നീട്ടി ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ മഞ്ഞു വീടിനുൾ കണങ്ങൾ സ്വർഗമാകണേ അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ പൂർണ്ണമീ ചരാചരം ഗുരുവരങ്ങളാകണേ ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും. താങ്ക് യു മാം. കോട്സ് പറയട്ടെ. ഓക്കെ. Help others. Helping gives happiness. Even a small help can make a big difference. Mahatma Gandhi. Thank you. Welcome, ma'am. ജ്യോതി സൈനിൻ പറയുന്നില്ലേ? എടാ ഉണ്ടടാ മാം വേണ്ടേ? വേണ്ട, ജിഷ മാം അല്ലേ, പറഞ്ഞോളാൻ പറയും. ഞാന് നമ്മുടെ ആൽഫബറ്റ്സിന്റെ റൈംസ് എഴുതാൻ പറഞ്ഞില്ല, അപ്പൊ അതിന്റെ ഒരു റൈംസ് പറയാന്ന് പറഞ്ഞിട്ടാണ്. ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് ഓൾ. Jumping, ABC. Walking, DEF. Running, GHI. Playing, JKL. Singing, MNO. Dancing, PQR. Speaking, STU. Skipping, VW. Stopping, XYZ. Thank you. Sign in by Jyoti. എടാ മിസ് ഇപ്പൊ എവിടെയാടാ പഠിപ്പിച്ച് നിർത്തിയിരിക്കുന്നേ? ആരെങ്കിലും ഒന്ന് പറയുവോ? പവർ ഓഫ് അറ്റ്മോസ്ഫിയർ അല്ലേ? എവിടെയാടാ പേജ് നമ്പർ ഒന്ന് പറയോടാ? 92 ഇല്ലേ, പവർ ഓഫ് അറ്റൻഷൻ. 92. ലോ ഓഫ് വർക്ക് ഇൻഡിപെൻഡൻസ് ഒക്കെ കഴിഞ്ഞായിരുന്നോ? അതൊക്കെ കഴിഞ്ഞു. ഓക്കെ 92 പവർ ഓഫ് അറ്റൻഷൻ തൊട്ടല്ലേ? ശരി. അത് കുറച്ച് പറഞ്ഞു തോന്നുന്നു. ശരി. മാം പറഞ്ഞിരുന്ന ഇന്ന് നമ്മൾ ടെക്സ്റ്റ് വായിച്ചിട്ട് വരണം ഇനി മുതല്, എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ ക്ലാസ്സിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാടാ.
എടാ നമുക്ക് ഷേപ്സ് ഒക്കെ വരയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിന്റെ ഹെഡിങ്ങിൽ ഷേപ്സ് എന്ന് മാത്രം കൊടുത്താൽ മതിയോ? എടാ ജിയോമെട്രിക് സോളിഡ് ഷേപ്പ് അങ്ങനെയല്ലേ കൊടുക്കണ്ടേ? എന്താടാ? ജിയോമെട്രിക് സോളിഡ് ഷേപ്പ്. ഓക്കേടാ, താങ്ക് യു. Good morning. ഗുഡ് മോർണിംഗ് മാം. Good morning, ma'am. ഗുഡ് മോർണിംഗ് മാം. Class start. Good morning, ma'am. Class start ചെയ്തില്ലേ? നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യായിരുന്നല്ലോ. You can lead the class. ഗുഡ് മോർണിംഗ് മാം. Morning. ഗുഡ് മോർണിംഗ് മാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. You can lead the class. അതായിരുന്നു പറഞ്ഞത്. പ്രാക്ടിക്കൽസ് എല്ലാം കഴിഞ്ഞ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നെല്ലാം പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞപ്പോ മനസ്സിലായില്ലേ? സോ പ്ലീസ്, എവിടെയായിരുന്നു നമ്മള്? വേർ വി ക്ലാസ്? പവർ ഓഫ് അറ്റൻഷൻ. പേജ്. ഓക്കെ. ഓക്കെ പ്ലീസ്, ആർക്കെങ്കിലും ഒന്ന് ലീഡ് ചെയ്യാൻ പറ്റുമോ ക്ലാസ്? യെസ് മാം. ഞാൻ പറഞ്ഞിരുന്നു വായിച്ചിട്ട് വരണം. ഷെയർ ചെയ്യാം. വായിച്ചോളൂ. പഠിക്കാൻ ഷെയർ ചെയ്യാം. Okay, ma'am. Power of attention. Dr. Maria Montessori concluded that at a certain stage development, the child becomes sensitive to his environment and interest more than before. Children use their new power of concentration to consolidate and develop their personality. Children are naturally inspired by colors, smell, noise, or anything that appeals to his five senses. In the Montessori environment, when children do activities, he develops his ability to focus and build his personality. Originality, children are attracted to materials that appeal to their five senses. Next, the unknown attracts the child, and lastly, it is the known that attracts him to an activities. Maria ma'am, ado ini rendu paragraph. Okay. ഓക്കെ, ആർക്കാ ഒന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? മീൻസ് വാട്ട് ദിസ് മീൻസ്? ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. യെസ് ഡെഫിനറ്റ്ലി. താങ്ക് യു. അതായത് ഇത് മൊത്തം വായിക്കുന്നില്ല കേട്ടോ, അന്ന് പ്രാക്ടിക്കലിന് വന്ന ഒരു രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമേ. അതായത് നമ്മൾ ഈ പ്രാക്ടിക്കൽ സെക്ഷന് വന്നപ്പോൾ തന്നെ നമ്മളാണ് ഈ ഒരു കുട്ടികൾ. ഓക്കെ, നമ്മൾ ആ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇരുന്ന് മെറ്റീരിയൽസ് പരിചയപ്പെടാൻ പോവാണ്. അപ്പോൾ ആ ഒരു ഫീലാണ് ഇപ്പൊ ഇത് വായിച്ചപ്പോൾ കിട്ടിയത്. അതായത് നമ്മുടെ ഫൈവ് സെൻസസ്, ചൈൽഡ് ബിക്കം സെൻസിറ്റീവ് ടു ഹിസ് എൻവയോൺമെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് നോട്ട് സീൻ ബിഫോർ. ഇതുവരെ മുന്നിൽ കാണാത്ത ഒരുതരം താല്പര്യം നമുക്ക് ഈ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവിടുത്തെ മെറ്റീരിയൽസിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടും. നമ്മുടെ ഫൈവ് സെൻസസ് ആയിട്ടുള്ള എന്താ, നമുക്ക് ടച്ച് ചെയ്യാനുള്ളത്, അതേപോലെ കേൾക്കാൻ, കാണാൻ, നമുക്ക് സ്മെല്ല് ചെയ്യാൻ, ആ ഒരു ഫീൽ ചെയ്യാൻ, ഈ ഉള്ള അങ്ങനത്തെ ഒരു രീതിയിലാണ് അതിന്റെ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ബ്രൗൺ സ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്കത് ഭയങ്കര അട്രാക്റ്റീവ് അത് കാണുമ്പോൾ. നമ്മളൊക്കെ തന്നെ പ്രാക്ടിക്കൽസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കറക്റ്റ് ഒരു കാഡ്ബറി പോലെ, ചോക്ലേറ്റ് പോലെ എടുത്ത് കടിക്കാൻ തോന്നും നമുക്ക് കാണുമ്പോൾ, ആ ഒരു ഫീല് വരും. അത്ര അടിപൊളിയായിരുന്നു. നമ്മളത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിവിധ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളേഴ്സിൽ അത്ര അട്രാക്റ്റഡ്, ചിൽഡ്രൻ ആർ അട്രാക്റ്റഡ് ടു മെറ്റീരിയൽസ് ദാറ്റ് അപ്പീൽ ടു ദർ ഫൈവ് സെൻസസ്. ഈ സെൻസസിൽ അവർക്ക് എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്ന, അവരെടുക്കുന്ന ആ ടോയ്സ് അല്ല, ഈ മെറ്റീരിയൽസിനോട് കുട്ടികൾക്ക് ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നും. അതേപോലെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ചിൽഡ്രൻ ഡു ആക്ടിവിറ്റീസ്. അവര് അവിടെ ഇരുന്ന് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ഹി ഡെവലപ്സ് ഹിസ് എബിലിറ്റി ടു ഫോക്കസ്
ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ഫോക്കസ് വളരെ ഏകാഗ്രതയോടുകൂടി എന്ത് മെറ്റീരിയൽ, എന്ത് ഒബ്ജക്റ്റ് ആണോ അവരുടെ കയ്യിൽ, അതിൽ തന്നെ പൂർണ്ണ കോൺസെൻട്രേഷനും ആ കുട്ടിക്ക് കിട്ടും. അതേപോലെ ആൻഡ് ബിൽഡ് ഹിസ് പേഴ്സണാലിറ്റി, തന്റെ വ്യക്തിത്വം തിരിച്ചറിയാൻ ഓരോ രീതിയിൽ ഓരോ കഴിവ്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് ആണെങ്കിൽ അതിങ്ങനെ ബിൽഡ് ചെയ്ത് പിങ്ക് ടവർ ഒക്കെ നമ്മൾ പ്രാക്ടിക്കൽസിൽ ചെയ്തല്ലേ, നല്ല രസമായിരുന്നു. നമ്മൾ തന്നെ ഇവിടെ കുട്ടികളായി മാറി. ഓരോ കട്ടയെടുത്ത് അടുക്കി വെച്ച് ആ ഒരു അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ പഠിക്കും, കളർ അട്രാക്ട് ചെയ്യും എങ്ങനെയാണ്. അതേപോലെ ഇപ്പം സൗണ്ടിന്റെ ആണെങ്കിൽ നമ്മൾ സൗണ്ട് സിലിണ്ടേഴ്സ് ചെയ്ത് നോക്കി, പല പല മുത്തുകളിട്ട് സിലിണ്ടേഴ്സിലിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് നോക്കി. അപ്പൊ അതൊക്കെ വളരെ രസകരമാണ്, നമ്മളവിടെ പിടിച്ചിരുത്തുന്ന രീതിയിൽ. അതേപോലെ തന്നെയാണ് കുട്ടികളും മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവന്റെ എബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതിലൂടെ ഫോക്കസും കോൺസെൻട്രേഷൻ അതേപോലെ പേഴ്സണാലിറ്റി ബിൽഡപ്പ് ചെയ്യാനായിട്ട് കുട്ടിക്ക് സാധിക്കും. അവിടെയാണ് ലാസ്റ്റ് ദ നെക്സ്റ്റ് ദ അൺനോൺ അട്രാക്ട്സ് ദ ചൈൽഡ് ആൻഡ് ലാസ്റ്റ്ലി ഇറ്റ് ഈസ് ദാറ്റ് നോൺ ദാറ്റ് അട്രാക്ട്സ് ഹിം ടു ആൻ ആക്ടിവിറ്റി. കുട്ടിക്ക് അറിയാത്ത ഒരു കാര്യം അത് പതുക്കെ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, ആകർഷിക്കാൻ തുടങ്ങും, അട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. പവർ ഓഫ് കോൺസെൻട്രേഷൻ അതേപോലെ ഡെവലപ്പ് ദെയർ പേഴ്സണാലിറ്റി, ഈ ഒരു ആക്ടിവിറ്റീസിലൂടെ കുട്ടിക്ക് മെയിൻ ആയിട്ട് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. താങ്ക് യു മാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യാനുണ്ടോ ഫ്രം യുവർ ഓൺ എക്സ്പീരിയൻസസ്? നമുക്കൊരു ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. 2 റൂമുകൾ നിറയെ ടോയ്സ് എല്ലാം ഷെൽഫിൽ ഇരിക്കുക കേട്ടോ. അവിടെ ഓരോ റൂമിലും ഒരു 5 കുട്ടികളെ ആയിട്ട് ഇരുത്തി. ഫസ്റ്റ് റൂമിലെ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുക്കാനുള്ള ഫ്രീഡം കൊടുക്കും. സെക്കൻഡ് റൂമിലെ കുട്ടികൾക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ എടുത്ത് കൊടുക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ളതല്ല നമ്മൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുന്നു. എന്നിട്ട് ഒബ്സർവ് ചെയ്യുക അവരെ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും കാണുന്നത്? ഇപ്പൊ തമന്ന പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും. എന്തായിരിക്കും സംഭവിക്കുക? ഫസ്റ്റ് റൂം നമ്പർ എ, റൂം നമ്പർ ബി എന്നായിരിക്കും. റൂം നമ്പർ എയിലെ കുട്ടികൾ തന്നെത്താനെ പോയി മെറ്റീരിയൽസ് ചെക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് അവർക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് വന്നിരുന്നു, ആക്ടിവിറ്റി ചെയ്യുന്നു. റൂം നമ്പർ ബിയിലുള്ളവർക്ക് നമ്മൾ ഓരോന്ന് കൊടുക്കും. റൂം നമ്പർ എയിലുള്ള കുട്ടികളായിരിക്കും കൂടുതൽ ആക്ടിവിറ്റി ചെയ്യുന്നത്, കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണല്ലോ അവർ പോയി എടുത്ത് ചെയ്യുന്നത്. മറ്റേ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമല്ലേ, അവർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അവർ എത്രത്തോളം ഫിനിഷ് ആക്കുമെങ്കിലും അവർ അത്രത്തോളം ഇതാക്കത്തില്ല. പക്ഷെ മറ്റേത് അവർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടത് പോയി അവർ തെരഞ്ഞെടുത്ത് ചെയ്യുന്നത് കൊണ്ട് അവർ കൂടുതൽ അതിൽ ഫോക്കസ് ആയിട്ട് ചെയ്തോളും. കോൺസെൻട്രേഷൻ ലെവൽ എങ്ങനെയായിരിക്കും? പവർ ഓഫ് അറ്റൻഷൻ നല്ല രീതിയിൽ കൂടുതലാവും. എയിലെ കുട്ടികൾ കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഏതാണ് അവർ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കും. ചുറ്റും നടക്കണമെന്ന് ഒരു കേക്ക് പോലും ഉണ്ടാവില്ല. അതുപോലെ അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ, പവർ ഓഫ് അറ്റൻഷൻ കൂടുതലായിരിക്കും. മറ്റേ കുട്ടികൾ ഡിസ്ട്രാക്റ്റഡ് ആകാൻ ചാൻസസ് ഉണ്ട്. മേ ബി 1-2 കുട്ടികൾക്ക് ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ റാൻഡം ആയിട്ട് എന്തൊക്കെയോ കൊടുക്കുന്നു എല്ലാ കുട്ടികൾക്കും. പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അവർ മടുക്കും, അവർ പിന്നെ ഡിസ്ട്രാക്റ്റഡ് ആവും, അവരവരുടെ മാറ്റി വെക്കും, അവരാകെ ഒരു ഡിസ്റ്റർബൻസ് ആ റൂമിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് നമ്മൾ പറയും ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആയിട്ട് വരണം എന്നാ പറയുന്നത്. അത് നമ്മൾ പണിഷ്മെന്റ് കൊടുത്തിട്ടോ ഇമ്പോസിഷൻ കൊടുത്തിട്ടോ ബെഞ്ചിൽ ഡൈനേഴ്സും തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി മീൻസ് അവര് 2 കുട്ടികളുടെ മുത്തശ്ശനും ഉണ്ടോ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ചേച്ചിക്ക് ഒരു 57, ചേട്ടന് മേ ബി ഒരു 63 ഇത്രയെങ്ങാനേ കാണുള്ളൂ. ആള് നല്ലപോലെ സ്മോക്ക് ചെയ്യും ഈ ചേട്ടൻ. അപ്പൊ രാത്രി എണീറ്റിട്ട് സ്മോക്ക് ചെയ്യും 12:30 ആകുമ്പോ. ഞാൻ കിടക്കുമ്പോ മിക്കവാറും ഒത്തിരി ലേറ്റ്. അപ്പൊ ഞാൻ കാണാറുണ്ട് ഇത് ജനലിലൂടെ എനിക്ക് കാണാനായിട്ട് വെച്ച്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു സ്ട്രെസ്. അപ്പൊ ചേച്ചി അതിങ്ങനെ എന്നോട് ഷെയർ ചെയ്യുവാണ്. ഞാൻ പറഞ്ഞു ചേച്ചി സ്ട്രെസ് ആയിരിക്കും, സ്ട്രെസ് കൂടുമ്പോ ആളുകൾ ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യുമല്ലോ. അപ്പൊ പറയാ സ്ട്രെസ് ഒന്നുമില്ല, സ്കൂളിൽ പഠിക്കുമ്പോഴേ തുടങ്ങിയ ഒരു ശീലാണ്. ആളുടെ അമ്മ ഉപ്പ് ഇങ്ങനെ കല്ലിന്റെ പുറത്ത് നിരത്തിയിട്ട് മുട്ടുകുത്തി നിർത്തിച്ചു ഈ ശീലം മാറാൻ വേണ്ടിയിട്ട്, എന്നിട്ട് പോലും മാറിയിട്ടില്ല എന്ന് പറയും. അപ്പൊ അതുപോലെ ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ട് പോലും ആള് ശീലം മാറിയില്ല അല്ലെ. പണിഷ്മെന്റ് കൊടുത്തല്ല ശരിക്കും ഡിസിപ്ലിൻ ഉണ്ടാക്കണ്ടേന്നുള്ളത് ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ അത് പറഞ്ഞപ്പോ ഞാൻ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു കേട്ടോ. എന്റെ അച്ഛൻ സ്മോക്ക് ചെയ്യുമായിരുന്നു. അപ്പം
അപ്പൊ അന്ന് ചെറുപ്പത്തിൽ നമുക്കിത് ഈ സ്മോക്കിംഗ് അത്ര ഒരു ബാഡ് ഹാബിറ്റ് ആണെന്നുള്ള ഇത്രയും മീഡിയയുടെ ഇൻഫ്ലുവൻസും ആളുകളുടെ അസുഖങ്ങളൊന്നും നമ്മൾ കേൾക്കുന്നില്ലല്ലോ. ചെറുതായിരുന്നു ഞാൻ അന്ന്. ഞാൻ 4th സ്റ്റാൻഡേർഡ് 5th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് തൊട്ടടുത്തൊരു ചെറിയൊരു കടയുണ്ടായിരുന്നു, പണ്ടൊരു പെട്ടിക്കട എന്നൊക്കെ പറയില്ലേ ജംഗ്ഷന്റെ. അപ്പോ അവിടേക്ക് അച്ഛൻ എന്നെ ഈ സിസർ വാങ്ങാനായിട്ട് വിടുമായിരുന്നു. എനിക്ക് എന്തോ ഭയങ്കര ഒരു ക്രെഡിറ്റ്, കാരണം ഞങ്ങൾ 3 മക്കളിൽ എന്നെയാണല്ലോ ഏൽപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു ഭയങ്കര ഒരു അഭിമാനം അഹങ്കാരം എന്തൊക്കെയോ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വലിയ കാര്യത്തിന് ലാലാ പാട്ടൊക്കെ പാടി ഈ ഷോപ്പിൽ പോയിട്ട് ഞാൻ ഈ സിസർ വാങ്ങിയിട്ട് വരുമായിരുന്നു. അപ്പൊ കുറച്ച് ചെക്കന്മാരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കും. 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാനല്ലേ, അങ്ങനെ പൂവാലൻ പണ്ടത്തെ അങ്ങനെ കുറച്ച് ചെക്കന്മാരൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാനതൊന്നും മൈൻഡ് ചെയ്യില്ല. ഞാൻ പോയി ഇതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ തിരിച്ച് പാട്ടും പാടിയൊക്കെ വരും. അപ്പോ പിന്നെ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴി ഒക്കെ ഇവരിൽ നിന്ന് സിസർ എന്ന് പറയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്നെയാണ് പറയുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് അമ്മോട് പറഞ്ഞു, ഇങ്ങനെ ഞാനിങ്ങനെ പോകുമ്പോ അതുങ്ങൾ ഇങ്ങനെ എന്നെ ഇങ്ങനെ വിളിക്കുന്നു പറഞ്ഞു. എനിക്കതും എന്നെ അത് ബാധിച്ചിട്ടില്ല, കാരണം എനിക്ക് അന്നത്തെ ആ ഒരു പ്രായത്തിൽ അത് മനസ്സിലായിട്ടായിരിക്കും. അമ്മ അച്ഛനോട് പറഞ്ഞു, പെൺകുട്ടികളെ കണ്ടോ ഇവന്മാരെ ശല്യം ചെയ്യുന്നത്, അച്ഛൻ ഇങ്ങനെ അത് ഉപയോഗിക്കുന്നോണ്ടാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അന്ന് അച്ഛൻ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്തു. മേ ബി എന്റെ അച്ഛനും കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹാബിറ്റ്സ് ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷെ ആ ഒരു ഇൻസിഡന്റ് അച്ഛനെ ട്രിഗർ ചെയ്തു. മകൾക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് അച്ഛന്, ഗുഡ് മോർണിംഗ് ജോഡി, മകൾക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് മനസ്സിലാക്കി അന്ന് സ്റ്റോപ്പ് ചെയ്തതാ. പിന്നെ അങ്ങനെ ഒരു ഹാബിറ്റ് എന്റെ അച്ഛൻ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാനത് അങ്ങനെ ആ ചേച്ചിയോട് പറയായിരുന്നു. അപ്പൊ അവരുടെ ഒരു മോള് കാനഡയിലാണ്, മോള് ഏപ്രിലിൽ വരുന്നുണ്ട്. മോള് പറഞ്ഞു, അച്ഛൻ എന്ന് സ്മോക്കിംഗ് നിർത്തിയെന്ന് എനിക്ക് ഉറപ്പായാൽ മാത്രമേ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുള്ളൂ എന്നും പറഞ്ഞിരിക്കണേന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ നല്ലപോലെ സ്മോക്ക് ചെയ്യും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. പക്ഷെ ഈ സ്മോക്കിംഗ് കണ്ടിന്യൂസ് ചെയ്യും. കുഞ്ഞു കുട്ടികളുണ്ട്, മൂത്ത മോളുടെ കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പൊ പറയും, നമ്മൾ ഈ ഡ്രിങ്ക്സ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന ആളുടെ ഹെൽത്തിനെയും ബാക്കിയുള്ളവരുടെ മാനസിക ബുദ്ധിമുട്ടിനെയും ബാധിക്കും. പിന്നെ അവർ ഡിസൈഡ് ചെയ്യണം ഞങ്ങൾ എത്രത്തോളം കഴിക്കണം അല്ലെങ്കിൽ ഇത് ഉപേക്ഷിക്കണം എന്നുള്ളത്. പക്ഷെ സ്മോക്ക് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസീവ് സ്മോക്കിംഗ്, അടുത്തുള്ളവർക്ക് എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അതുപോലെ തന്നെ പ്രായമായി എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്കൊക്കെ ലങ്സിനെ അത് പ്രശ്നമാക്കും. ഒരു വീട്ടിൽ ഒരാൾ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഈ സ്മോക്കിങ്ങിന്റെ ഒരു പ്രശ്നം. അത് പറഞ്ഞപ്പോ എന്നെ ഓർക്കുന്നത്, എന്റെ ഒരു കസിന്റെ അവളുടെ അമ്മ വീട്ടിലെ ഒരു കുട്ടി, ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, പേര് ജിഷ എന്ന് തന്നെയാണ്. ആ കുട്ടി ലങ്സ് ക്യാൻസർ വന്ന് മരിച്ചത്. ഭയങ്കര വിഷമിച്ചു. ലങ്സ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ക്യാൻസർ പോലെ ഒന്നല്ല, കിടക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, ചില സമയത്ത് ഇരുന്ന് കഴിച്ചു കൂട്ടും, രാത്രിയൊക്കെ ഇരിക്കും. ഭയങ്കര അവസാന കാലത്ത് ആ കുട്ടി വല്ലാതെ വിഷമിച്ചു. കാരണം ലങ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റലല്ലേ, നമുക്കൊരു ഇഞ്ചക്ഷൻ വെക്കാൻ പോലും പറ്റില്ല, അതിൽ ഹോള് വീഴില്ലേ. അപ്പൊ അങ്ങനെ ആ കുട്ടിയുടെ അച്ഛൻ ചെയിൻ സ്മോക്കർ ആയിരുന്നു. പുള്ളിക്ക് അതിന് ശേഷം ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആയിരുന്നു. ആ കുട്ടിയുടെ ചെറുപ്പകാലം മുഴുവനും ആ അച്ഛന്റെ കൂടെയായിരുന്നില്ലേ ജീവിതം. അപ്പൊ ചെയിൻ സ്മോക്കർ ആയിരുന്നു. അങ്ങനെ ആയിരിക്കാം, മേ ബി, അറിയില്ല. പാസീവ് സ്മോക്കിംഗ് അതൊരു ഭയങ്കര പ്രശ്നം. മോള് ക്ലാസ് തുടങ്ങാണ് തിങ്കളാഴ്ച. അപ്പൊ ഈ ഫ്രൈഡേ അവള് സാറ്റർഡേ ഡൽഹിക്ക് പോവാ. അപ്പൊ അതിന്റെ കുറെ തിരക്കുകളിലാണ് നമ്മൾ. അപ്പൊ അങ്ങനെ ഇവള് ഇങ്ങനെ PG നോക്കുവാണ്. PG നോക്കുമ്പോ ഡൽഹി എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ഒത്തിരി എന്താ പറയാ, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സിറ്റി. ഭയങ്കര അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ നമ്മൾ കുറെ കൾച്ചർ അതൊക്കെ ഡിഫറൻസ് ആണല്ലോ. അപ്പൊ അവിടെ PG ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, പേയിങ് ഗസ്റ്റ് ആയിട്ടുള്ളത്. അവിടെ ഇങ്ങനെ യൂണിസെക്സ് ഉണ്ട്, പെൺകുട്ടികൾ മാത്രം ഉള്ളതുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സ് ചെയ്തുള്ളതുണ്ട്, പെൺകുട്ടികൾ മാത്രം ഉള്ളതുണ്ട്. അപ്പൊ ഇവര് കണ്ടീഷൻസ് താഴെ പറയുന്നുണ്ട്. അലോ ചെയ്യുന്നത് സ്മോക്കിംഗ് അലോ ചെയ്യുന്നുണ്ട്, ഡ്രിങ്കിങ് അലോ ചെയ്യുന്നുണ്ട്, പിന്നെ അത് ഓപ്പോസിറ്റ് ജെൻഡറിനെ അലോ ചെയ്യുന്നുണ്ട്, പാർട്ടി അലോ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ PGs. അപ്പൊ ഇവിടെ ഇങ്ങനെ നോക്കുക. എനിക്ക് ഇതല്ല പ്രശ്നം, സ്മോക്കിംഗ് ഉള്ളിടത്ത് ഞാൻ പോവില്ല. കാരണം എന്റെ അടുത്തൂടെ ഉള്ള ഒരാള് സ്മോക്ക് ചെയ്ത് അത് എന്റെ ഹെൽത്തിനെ ബാധിക്കും. കാരണം ചെയ്യാൻ പോകുന്ന ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റ് ആവാനുള്ള അതിന് പോകുന്നതാണ്, കോഴ്സിന് പോയി ചേർന്നേക്കുമല്ലേ. അപ്പൊ ഒരു പൈലറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം അടി തൊട്ട് മുടി വരെയും എല്ലാം ഭയങ്കര നീറ്റ് ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം എന്നാണല്ലോ. ഒന്ന് നോക്കി 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 സ്മോക്കിംഗ് ഇല്ലാത്തത് വളരെ കുറവായിരുന്നു. ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഈ PGയില്. അപ്പൊ അത് അവള് പറയുന്നു, സ്മോക്കിംഗ് ഉള്ളിടത്ത് ഞാൻ പോവില്ല. ഡൽഹിയില് അല്ലാതെയുള്ള പൊല്യൂഷൻ വേറെ ഉണ്ട്. അപ്പൊ ഞാനത് പറഞ്ഞു, അല്ലാതെയുള്ള പൊല്യൂഷൻ ഉണ്ട്, അതിനപ്പം എന്താ വെച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞു, മാസ്ക് ഉപയോഗിക്കും അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ കൾച്ചർ മാറിയപ്പോ ആ ഒരു ഇത് കുട്ടികളും അതിനെപ്പറ്റി ഇപ്പൊ ബോധേഡാണ് കേട്ടോ.
കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സബ്സ്റ്റൻസ് യൂസിലേക്ക് അങ്ങനെ ഡീവിയേറ്റഡ് ആയി പോകുന്നത്. അല്ലാതെ കുറെ ഗ്രൂപ്പ് ഓഫ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിലെ ഒരു സാറിനോട് സംസാരിച്ചപ്പോ ആ സാർ പറയുന്നു കുറെ ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജെമ്മാണ്, നല്ല ഇതാണ്. അവര് മതി, അവരെ ഒരു ഗ്രൂപ്പാക്കിയാൽ നമുക്ക് ഈ ചെറിയൊരു ഗ്രൂപ്പാണ് മോശത്തിലേക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ നല്ല കുട്ടികൾ, മീൻസ് ഡീവിയേറ്റഡ് ആകാത്ത ഈ കുട്ടികളെ കൊണ്ട് ഇവരെ നോർമലൈസ്ഡ് ആക്കുക എന്നുള്ളതാണ് ശരിക്കും മോണ്ടിസോറി മെത്തേഡ് തന്നെ. അതും മോണ്ടിസോറി മെത്തേഡിൽ അങ്ങനെ തന്നെയാണല്ലോ, നോർമലൈസ്ഡും ഡീവിയേറ്റഡും ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ഡീവിയേറ്റഡ് കുട്ടികളെ നമ്മൾ നേരെ നോർമലൈസ്ഡ് കുട്ടികളുമായിട്ട് ആദ്യം തന്നെ ആക്ടിവിറ്റി കൊടുക്കും, പിന്നെ നോർമലൈസ്ഡ് കുട്ടികളുമായിട്ടൊരു ഗ്രൂപ്പ് ഡൈനാമിക്സ്, അത് കഴിയുമ്പോൾ അവർ ആ ഗ്രൂപ്പിലേക്ക് മേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് റിലേറ്റ് ചെയ്യാം ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ. അതാണ് പറഞ്ഞത് പവർ ഓഫ് അറ്റൻഷൻ. ഈ പവർ ഓഫ് അറ്റൻഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൊടുക്കണമെങ്കിൽ ആദ്യമേ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് എന്താ, ഫ്രീഡം ആയിരുന്നു. ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുമ്പോഴേ ഇത് വരുള്ളൂ. ഫ്രീഡം, അവരുടെ ചോയ്സ്, എന്ത് മെറ്റീരിയൽ ആണോ എടുക്കാൻ പറ്റുക ആ ഒരു അവർക്ക് ചൂസ് ചെയ്യാം. അതിന്റെ ഫ്രീഡം എല്ലാം ഉണ്ട്. അവർക്ക് ആ എൻവയോൺമെന്റിൽ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം, എൻവയോൺമെന്റിൽ എവിടെയും പോകാനുള്ള ഫ്രീഡം, അങ്ങനെ എൻവയോൺമെന്റിൽ ഇരുന്ന് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഫ്രീഡം, അങ്ങനെ ഓരോ കാര്യം. കോൺസെൻട്രേഷൻ ആ കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും ഇന്നത്തെ ഞാൻ ഈ കഥകളൊക്കെ അങ്ങ് പറഞ്ഞത്. ഇതാണ് മൈൻഡ് ടു ബി പോണ്ടേഡ്. പോണ്ടേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്ട് ചെയ്യുന്നുള്ള രീതിയിലാണ്. കുട്ടികൾ ഫ്രീഡം കിട്ടുമ്പോൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്യും, അവരെല്ലാത്തിലേക്കും ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അതേസമയം അവരെ നമ്മൾ പിടിച്ചു വെച്ച് ഇരിക്കുമ്പോൾ ഈ കോൺസെൻട്രേഷൻ പോകും, അവര് ശ്രദ്ധിക്കില്ല, അവര് ഡിസ്ട്രാക്റ്റഡ് ആവും, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അപ്പൊ ഡിസിപ്ലിൻ ഫോം ചെയ്യണമെങ്കിൽ എല്ലാത്തിന്റെ റൂട്ട് ഫ്രീഡം എന്നാണ്. അപ്പൊ പാരന്റ്സ് ചോദിക്കും അങ്ങനെ എല്ലാത്തിനും ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പറ്റും, കുട്ടികളൊക്കെ മോശമാവില്ലേ എന്നൊരിതുണ്ട്. ഈ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആ, അല്ലാതെ എല്ലാം ചെയ്യാനുള്ള ഫ്രീഡം എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് മാറ്റ്. ഈ മാറ്റ് തന്നെ ഇവരുടെ ഈ ഒരു ഫ്രീഡത്തിനെ ലിമിറ്റ് ചെയ്യുന്നതാണ്. ഇനീഷ്യലി തന്നെ അവർക്ക് ഡെമോ പോകും, ഈ മാറ്റിൽ വേണം മെറ്റീരിയൽസ് വെച്ച്, ചില മാറ്റുകൾ കുറച്ചുകൂടെ വലിപ്പമുള്ളതായിരിക്കും, അപ്പൊ മാറ്റിന്റെ മുകളിൽ തന്നെ ഇരുന്ന് അവർ ചെയ്യും. അപ്പൊ അവർ ആ സ്പേസിൽ നിന്ന് അവർ മൂവ് ചെയ്യില്ല. കാരണം ഇനീഷ്യലി അവർക്ക് ഡയറക്ട്രസ് കൊടുത്ത, അതായത് മോണ്ടിസോറി എൻവയോൺമെന്റ്, നമ്മുടെ സാധാരണ സ്കൂളിലെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന പോലെയാണ് അവിടെ ഡയറക്ട്രസ് ആണ്. കാരണം ലേഡീസ് ആണ് സാധാരണ. ഞാൻ ട്രെയിനിങ്ങിന് പോയി അവിടെ സാറായിരുന്നു, ഡയറക്ടർ ആയിരുന്നു. സാറിന്റെ വൈഫ് ചൈനക്കാരി ആയതാണ്, പുള്ളിക്കാരി സിംഗപ്പൂര്, അപ്പൊ വല്ലപ്പോഴേ വരുള്ളൂ. സാറായിരുന്നു നോക്കി നടത്തിയിരുന്നത്. അപ്പൊ അവര് ഫസ്റ്റ് ഡേ കുട്ടിയും പാരന്റും വരുമ്പോ ഗേറ്റിന്റെ അവിടെ നിന്ന് തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതിൽ പ്രത്യേകതയുണ്ട്. സ്കൂളുകളിലെ പ്രവേശനോത്സവം നടക്കില്ലേ, അതുപോലെ തന്നെ ഗേറ്റിന്റെ അവിടെ നിന്ന് അസിസ്റ്റന്റ് ആയിട്ടുള്ളവര് കുറെ പേരുണ്ടാവും. അവര് ഈ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ മെയിൻ ഡോറ് വരെ എത്തിക്കും. അവിടെ നിന്ന് പിന്നെ ഡയറക്ട്രസ് ആയിരിക്കും ഇവരെ ആ എൻവയോൺമെന്റ് മുഴുവനും കാണിക്കുന്നത്. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വി ഹാവ് ടു സ്പീക്ക് ജെന്റ്ലി, മൂവ് സോഫ്റ്റ്ലി, സ്പീക്ക് സോഫ്റ്റ്ലി, മൂവ് ജെന്റ്ലി, ആ ഒരു രീതിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡയറക്ട്രസ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരേ കാര്യം പലതവണ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതുപോലെ തന്നെ സംസാരിക്കാനും മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. എവ്രി ഡേ ഇതുവരെ ഇങ്ങനെ കുട്ടികൾ കേട്ടുകൊണ്ടേയിരിക്കുവാണ്. അപ്പൊ മെറ്റീരിയൽസ് എടുക്കുമ്പോഴും അത് ഹാൻഡിൽ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ വളരെ ശബ്ദം വളരെ സോഫ്റ്റ് ആക്കിയിട്ടായിരിക്കും ഡയറക്ടേഴ്സ് പറയുന്നത്. അല്ലാണ്ട് ഷൗട്ട് ചെയ്തിട്ടൊന്നും അത് അവിടെ വെക്കാതെ എടുക്കരുത് അങ്ങനെയൊന്നും പറയില്ല. ആ ഒരു വേ ഓഫ് ടോക്കിംഗ്. അപ്പൊ നമ്മളും ആ എൻവയോൺമെന്റിലാകുമ്പോൾ നമ്മളും ആ രീതിയിൽ തന്നെ സംസാരിക്കാനായിട്ട് നമ്മളും ട്രെയിൻഡ് ആവും. നമ്മളുടെ ഒച്ച പൊങ്ങില്ല. പക്ഷേ ഗുഡ് ഓർ ഈവിൾ, അവിടെ ഒരു ഈവിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇന്റർവ്യൂ ചെയ്ത് അതിനെ മാറ്റണം. അത് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ നിർബന്ധമായും ചെയ്യണമെന്നാണ്. ഈവിൾ കാണുമ്പോൾ കണ്ണടയ്ക്കുക എന്നുള്ളതല്ല. ആര് തന്നെ ഒരു ബാഡ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് മാറ്റുക, എത്രയും പെട്ടെന്ന് അത് കറക്റ്റ് ചെയ്യുക. അത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ മോണ്ടിസോറി മെത്തേഡിൽ പറയുന്നുണ്ട്. അതൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇവിടെ എവിടെയൊക്കെയോ. വായിച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞിരുന്നു. വായിച്ചിരുന്നോ? വായിച്ച് പോകാനായിട്ട് ചിലപ്പോ സമയം കിട്ടിയെന്ന് വരില്ല. ബട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് 3, 4, 7, 10 ഈ 4 ലെസൺസ് ആണ് ഞാൻ ഈ പാർട്ട് 3 എടുക്കുന്നത്. മോഡ്യൂൾ 3 മോഡ്യൂൾ 1 അതോടുകൂടി എന്റെ പോർഷൻസ് കഴിയും. പക്ഷെ ഇത് തീരാനാണ് സമയം എടുക്കുന്നത്. അതാണ് ഞാൻ വായിക്കാനായിട്ട് പറഞ്ഞത്. പോവാം.
മാം യെസ്. മാം മരിയ മോണ്ടിസോറി ഒരു സോങ് എഴുതിയിട്ടുണ്ട്. സോറി, മരിയ മോണ്ടിസോറി സോങ് ഗ്രേറ്റ് പീപ്പിൾ എന്നും പറഞ്ഞിട്ട് റെക്കോർഡില് മരിയ മോണ്ടിസോറിയെ പറ്റിയിട്ടാണ് ഒരു സോങ് എഴുതിയേക്കുന്നത്. അതൊന്ന് പറഞ്ഞോട്ടെ. പറയൂ പ്ലീസ്. Maria Montessori, gentle and wise, taught us to learn with curious eyes, work with our hands and think with our mind, learning with freedom, joy we find. Thank you, ma'am. സോ മരിയ മോണ്ടിസോറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണോ എനിക്ക് ഓർമ്മയില്ല. കാരണം നമുക്ക് സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ് ശരിക്കും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ സെൻസസും യൂസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ. ബട്ട് 5 സെൻസസ് ആണ്. പക്ഷെ നമുക്കറിയാം ചില സെൻസസ് ഡിസേബിലിറ്റി ഉള്ള ആളുകളുണ്ട്. കേൾക്കാൻ പറ്റാത്തവര്, കാണാൻ പറ്റാത്തവര്, സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ അവർ ഏറ്റവും കൂടുതൽ ഇപ്പൊ കാണാൻ പറ്റാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കേൾക്കാമെങ്കിൽ അവർ കേൾവി യൂസ് ചെയ്യും, അതുപോലെ തന്നെ ടച്ച് ചെയ്യുകയും ചെയ്യും. കാണാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ലെങ്കിൽ അവർക്ക് ആകെ പറ്റുന്നത് ടാക്ടൈൽ സെൻസ് ആണ്. അങ്ങനെ ആരാ ഉണ്ടായത്? ബ്ലൈൻഡ് ആൻഡ് ഡഫ്. Helen Keller. യെസ്, ഹെലൻ കെല്ലർ. ടോപ്പിക് വേറെയാണ്. സെൻസുമായിട്ട് ചെറിയ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഹെലൻ കെല്ലർക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുണ്ടായിരുന്നു, പേര് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ പ്രണയിക്കാൻ കണ്ണും കാതും വേണമെന്നില്ല എന്നുള്ളതിന് ഒരു പ്രൂഫ് തന്നെയായിരുന്നു അത്. അത്ര തീവ്ര പ്രണയമായിരുന്നു. അപ്പോ പ്രണയിക്കുന്നതിന് കണ്ണും കാതും വേണമെന്ന് നിർബന്ധമല്ല, ഇല്ലെങ്കിലും പ്രണയം ഉണ്ടാകുന്നുള്ളത് ടച്ച് മതി. ജസ്റ്റ് ഇപ്പൊ നമ്മുടെ വാക്കുകളെക്കാളും കൂടുതൽ ടച്ചിന് ഭയങ്കര ടച്ച് തെറാപ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബോണ്ടിങ് അത് തന്നെയല്ലേ, ടച്ചാണ് ശരിക്കും. കുട്ടി അമ്മയെ ശരിക്കും കാണാൻ തുടങ്ങുന്നത് എത്രയോ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അല്ലെ. അങ്ങനെ ആ ഒരു സെൻസ്, ആ ടച്ചിന്റെ ആ ഒരു ഇത്. അപ്പൊ നമുക്ക് ടാക്ടൈൽ സെൻസ് യൂസ് ചെയ്ത് കുറേ കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ടച്ച് ചെയ്ത് കുറേ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്യിക്കാനായിട്ട് പറയുന്നത്. ഞങ്ങൾക്ക് ഈ അപ്ഡേഷൻ ക്ലാസ്സിന് പോകുമ്പോൾ ഞങ്ങളുടെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു പെയറായിട്ടാണ്. പെയറിനെ തരും. ഒരാള് കണ്ണ് കെട്ടും, ഇത് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യും, കണ്ണ് കെട്ടും. മറ്റേ ആള് എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം, റൂമിനകത്തുനിന്ന് ഔട്ട്സൈഡിലേക്ക് ഇറങ്ങണം. മറ്റേ ആള് നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മൾ നടക്കുമ്പോൾ മുന്നിൽ ഇത്തിരി വലിയ കല്ലെന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരും. അങ്ങനെ ഗൈഡ് ചെയ്ത് നമ്മൾ അവിടെ മുഴുവനും കൊണ്ടുപോകും. എന്നിട്ട് തിരിച്ച് കണ്ണ് അടുത്ത ആള് കെട്ടിയിട്ട് നമ്മൾ ഗൈഡ് ചെയ്യും. അങ്ങനെ ഒരു ഇത്. അപ്പൊ വേറൊരാളുടെ ഗൈഡൻസിൽ നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തത് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ½ നമ്മൾ ഇത് ഇങ്ങനെ കറങ്ങും. തിരിച്ച് നമ്മൾ ക്ലാസ് റൂമിൽ വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ ട്രെയിനർ ഞങ്ങളോട് ചോദിക്കും എന്താ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് ചോദിക്കും. ശരിക്കും പല കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും, കണ്ണില്ലാത്തവരുടെ ബുദ്ധിമുട്ട് എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷെ നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പെയർ, നമ്മുടെ പാർട്ട്ണർ നമ്മൾ അത്രത്തോളം കെയർ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് കണ്ണില്ലാത്തത് ഒരു പ്രശ്നമായിട്ട് പിന്നെ നമുക്ക് തോന്നില്ല. ഇനീഷ്യലി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കെട്ടിവെച്ചിരിക്കും. കുറച്ച് കഴിയുമ്പോൾ പാർട്ട്ണർ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ സേഫ് ആണ്, ആളുടെ കൂടെ സെക്യൂർ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് പിന്നെ കണ്ണില്ലെങ്കിൽ പ്രശ്നമില്ല. ആള് നമുക്ക് എല്ലാം പറഞ്ഞു തരും, നമ്മളെ അതിനനുസരിച്ച് കൊണ്ടുപോകും. അപ്പൊ അതൊരു നല്ലൊരു ആക്ടിവിറ്റി ആയിട്ട് എനിക്ക് തോന്നി. കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, വലിയ ആൾക്കാരെ കൊണ്ടേ പറ്റും. കുട്ടികളെ കൊണ്ട് നമുക്ക് അങ്ങനെ ഒത്തിരി നേരമൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് അത് ½ ഉണ്ടായിരുന്നു ആ ഒരു ആക്ടിവിറ്റി. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വീട്ടിൽ കളിക്കാം എല്ലാവരും ആയിട്ട്, വലിയ ആൾക്കാരൊക്കെ ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് വിൽ. അപ്പോ ഫ്രീഡം, കുട്ടിയെ ഇൻഡിപെൻഡന്റ് ആക്കുന്നത് നമ്മൾ പറഞ്ഞു. ആ ഫ്രീഡം പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവർക്ക് ആ ഒരു ഹാപ്പിനെസ്, കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ ഇതെല്ലാം വരുന്നു. അതേസമയം ഒരു അഡൽട്ട് ഇതെല്ലാം ഒന്ന് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ കുട്ടിക്ക് ഇനീഷ്യലി തുടങ്ങി ഫ്രീഡം കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ തന്നെ കുട്ടിക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല, പിന്നെ സമയം കൊടുക്കുന്നില്ല. ഒരു ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ ആ ഓരോ കുട്ടിക്കും ഓരോ പേസ് ആയിരിക്കും, ഓരോ ടൈം ആയിരിക്കും എടുക്കുന്നത്. ചിലർ 10 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യായിരിക്കും, ചിലർക്ക് അരമണിക്കൂർ എടുക്കുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞത്. ഒരാൾ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കരുത്.
ഓരോരുത്തരുടെ സ്പീഡ് ഓരോന്നാണ്, ഓരോരുത്തരും കാണുന്ന പെർസെപ്ഷൻ അത് വേറെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ട്രഡീഷണൽ ക്ലാസ് റൂമുകളിൽ നമുക്ക് പീരീഡ് ആണ് അല്ലെ, 40 പീരീഡ് അല്ലെങ്കിൽ 45-50 പീരീഡ്സ്, ആ ഒരു 50 മിനിറ്റ്സ് ആ ഒരു പീരീഡില് ക്ലാസ് അങ്ങ് കഴിയുക. കുട്ടിക്ക് ചിലപ്പോൾ പകുതിയെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ചില കുട്ടികളൊക്കെ മുഴുവനും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും, ചില കുട്ടികൾക്ക് പകുതി, കുറച്ച് ഭാഗമൊക്കെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അതാണ് മോണ്ടിസോറി മെത്തേഡും ഇതും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ 6 ഇയേഴ്സ് വരെ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഏത് എന്താ പറയാ കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിലേക്ക് പോയാലും ഇവർക്കൊരു പ്രശ്നമില്ല. അവിടെ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും അവർ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും. അങ്ങനെ ഒരു കാര്യമുണ്ട് മോണ്ടിസോറി മെത്തേഡിൽ വരുന്ന കുട്ടികൾ. നമ്മള് സൈനിക സ്കൂളിൽ, നവോദയ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ല അവിടെ പഠിച്ചതാണെങ്കിൽ അവര് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവര് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് ഇറങ്ങുന്നതെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് വിൽ, ആരൊന്ന് വായിക്കാം? ഞാൻ വായിക്കാം. അതിലെ ഫസ്റ്റ് സ്റ്റേജും കൂടെ വായിക്കണേ ഫുൾ. ഓക്കെ 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 മാം. ഡെവലപ്മെന്റ് ഓഫ് will. Repeated work. The child will slowly create will as he repeats his work many times over a period of time. He gains power over his own actions. The child then moves to the second stage, that is accepting self-development as a way of life. After accomplishing self-discipline as a way of life, the child reaches the third stage of the development, will involving the power to serve. Thus, Montessori observed 3 stages of development. First stage, repetition. The child has a basic inner urge that directs him towards determined activities. He does not consciously direct his will. The child begins the repetition of an activity several times without obvious reason to an adult. However, internally, this repetition assists him in his psychic development. It is important to note that, however trivial his achievement may be to an adult, but for the child, he is acquiring control over himself and the surroundings. In a short time, he will be a master of the environment himself. Constant interruptions by an adult will have a disturbing effect on his psychic development, especially in terms of his self-concept. As the child sustains making his own decisions and movement in the environment, he slowly moves from an unconsciousness stage into consciousness. This is a slow process and it develops through his continuous contact with the environment. As the child begins to have activity in his environment at his own conscious dictate, he will continue to encourage. The child's will is gradually developed as he endeavors. അതെന്തോ മാമേട് endeavors എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് മീനിങ്. endeavors to adapt to the limits of his chosen task. Okay ma'am. ഓക്കെ, നമ്മൾക്ക് എല്ലാവർക്കും ഒരു സെൽഫ് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതല്ലേ? ഞാനൊരു ഈഗോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ നമ്മളെപ്പോഴും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് ഐ ക്യാൻ ഡു ദിസ് എന്നൊരു ഫീല് വരില്ലേ? അതാണ് ഡെവലപ്മെന്റ് ഓഫ് വിൽ എന്ന് പറയുന്നത്. നമ്മൾ കുട്ടിക്ക് ഫ്രീഡം കൊടുത്തു, പിന്നെ അവന് ഇഷ്ടമുള്ള ആക്ടിവിറ്റി കൊടുത്തു, അത് എത്ര സമയം വേണമെങ്കിലും ചെയ്യാനായിട്ട് കൊടുത്തു. സോ റിപ്പീറ്റഡ് വർക്ക്. മെറ്റീരിയൽസ് പറഞ്ഞപ്പോൾ ഞാൻ പറയുണ്ടായി, നമുക്ക് കാണുമ്പോൾ വളരെ നല്ല നല്ല മെറ്റീരിയൽസ് വളരെ അട്രാക്റ്റീവ് ആണ്, സിമ്പിൾ ആണെന്ന് തോന്നും. പക്ഷെ വൺസ് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് തന്നെ മിസ്റ്റേക്ക് വന്നു, ശരിയല്ലേ? പലതവണ എറർ വന്നു, നമ്മളിത് കറക്റ്റ് ചെയ്യുക, വീണ്ടും വീണ്ടും ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്തു. സോ റിപ്പീറ്റഡ് വർക്ക് വേണം. അതേസമയം ഒരു 40 മിനിറ്റ്സ് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ആണെങ്കിൽ ആ ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കുമ്പോഴേക്കും കുട്ടി ചിലപ്പോൾ കംപ്ലീറ്റ് ആക്കില്ല, അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും. അവനത് കറക്റ്റ് ചെയ്ത് കോൺഫിഡന്റ് ആകാനുള്ള സമയം കിട്ടില്ല. അതാണ് ഈ ഒരു എൻവയോൺമെന്റിന്റെ ഒരു പ്രത്യേകത.
അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവനൊരു സ്വയം ഒരു ബോധം, യെസ്, ഒരു സെൽഫ് എസ്റ്റീം, അവന്റെ ഒരു വില്ല് ഡെവലപ്പ് ആകും. ഒരു ജഗ്ഗിൽ നിന്ന് ഒരു ഗ്ലാസ് ടംബ്ലറിലേക്ക് വെള്ളം ഒഴിക്കണം കുടിക്കാൻ. നമ്മൾ കുട്ടിയെ കൊണ്ടത് ചെയ്യിക്കുന്നു. ചെറിയ കൈകളാണല്ലേ, അപ്പൊ ആ ജഗ്ഗിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോ നമുക്കറിയാം ഒരു ഫോഴ്സിൽ ഇങ്ങനെ ഒഴിക്കുമ്പോഴേക്കും കറക്റ്റ് ഫോഴ്സ് കൂടുമ്പോൾ ചിലപ്പോൾ തുളുമ്പി പുറത്തേക്ക് പോവുക. പിന്നെ ഗ്ലാസ് ഒന്ന് അറിയാറാകുമ്പോൾ അതൊന്ന് സ്ലോ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾക്കറിയാം. ഒരു അഡൾട്ടിനെ സംബന്ധിച്ച് അവർക്കറിയാം എങ്ങനെ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കണം, നമ്മൾ ഈ കൊടുക്കുന്ന ഫോഴ്സ് എത്രത്തോളം. കുട്ടി ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അറിയില്ല, വെള്ളം കുറെ തുളുമ്പി പോകും. നമ്മൾ സൈഡിലൊരു ക്ലോത്തിന്റെ നാപ്കിൻ പോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ കുട്ടിയെ പ്രാക്ടീസ് ചെയ്യിക്കുക, അതുകൊണ്ട് തുളുമ്പിപ്പോയ വെള്ളം തുടയ്ക്കുക. ഒരു നാപ്കിൻ ക്ലീൻ ചെയ്ത് അവിടെ വിരിച്ചിടുക, ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഫോൾഡ് ചെയ്യിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഫസ്റ്റ് ടൈം ചെയ്തപ്പോ കുട്ടിക്ക് മനസ്സിലായി ഇങ്ങനെ ഞാൻ ഒഴിച്ചാൽ ഇത്രയും വെള്ളം പോകുന്നു. സെക്കൻഡ് ടൈം വീണ്ടും ഒന്ന് ശ്രദ്ധിക്കും, അപ്പൊ കുറച്ചായിരിക്കും വെള്ളം പോകുന്നത്. അങ്ങനെ പല തവണ ചെയ്യുമ്പോഴേക്കും ഞാൻ സക്സീഡ് ആ ഒരു പ്രോസസ്സിലേക്ക് പോകും. വെള്ളം ഒട്ടും പുറത്തു പോകാതെ കറക്റ്റ് ലെവലിൽ തന്നെ വെള്ളം ഒഴിക്കാനായിട്ട് ശരിയാകും. അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം, ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും. അങ്ങനെയാണ് സ്ലോലി ആണ് അവരവരുടെ വിൽ ക്രിയേറ്റ് ആകുന്നത്. അല്ലാതെ കുഞ്ഞുങ്ങള് ഒറ്റത്തവണ ചെയ്യുമ്പോൾ തന്നെ പെർഫെക്റ്റ് ആവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ഒരു ചെയ്താണ് അവർക്കത് കറക്റ്റ് ആവുന്നത്. അപ്പൊ ഓരോ പ്രാവശ്യവും ഈ വർക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്വന്തം ആക്ഷൻസിൽ കൺട്രോൾ പവർ കിട്ടും. നടക്കാൻ തുടങ്ങുമ്പോൾ 2-3 സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ വീഴും, വീണ്ടും അവിടെ നിന്ന് എണീറ്റ് നടക്കും, വീഴും, അല്ലെ? അങ്ങനെ കുറെ കഴിയുമ്പോഴേക്കും ആ വീഴ്ച എന്നുള്ള കാര്യം ഉണ്ടാവില്ല. അവരുടെ ബോഡിയിൽ കൺട്രോൾ വരും. അപ്പോൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി കൊണ്ട് അവരുടെ സെൽഫ് ഡെവലപ്പ് ആകുന്നു, അവരുടെ ആക്ഷൻസിൽ കൺട്രോൾ വരുന്നു. ഇതൊന്നും സമ്മതിക്കാതെ നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടികളിൽ അവരുടെ ആ ഒരു സെൽഫ് ഡെവലപ്പ് ആകുന്നില്ല. ഞാൻ മിക്ക ക്ലാസ്സിലും പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇതുപോലെ മോനെയും കൊണ്ടൊരു ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ 12 ഇയേഴ്സ് തുടങ്ങിയിട്ട് ടീനേജേഴ്സ് അങ്ങനെയുള്ളവർക്കുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു. അങ്ങനെ ഞാൻ മോനെയും കൊണ്ട് പോയ സമയത്ത് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, അതിന്റെ ഒരു ട്രെയിനിങ് ആയിരുന്നു. അപ്പൊ അവിടെ ഒരു മോള് വന്നിട്ടുണ്ടായിരുന്നു. 10th ആയോ ആ ഒരു ഏജ് ആണ് കേട്ടോ. അപ്പൊ ഈ കുട്ടിയുടെ കൂടെ കുട്ടിയുടെ അമ്മയുണ്ട്, അമ്മുമ്മയുണ്ട്. കുട്ടികളെല്ലാം ക്ലാസ് റൂമിൽ, ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുക. കാരണം നമ്മൾ പാരന്റ്സ് ഇരിക്കുമ്പോഴേക്കും അവർ വേറൊരു മൂഡിലേക്ക് പോകുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുക. ഇവർക്ക് സ്നാക്കിന്റെ ടൈം ഉണ്ടായിരുന്നു, 11:30 ഒരു സമയമായിരുന്നു. അപ്പൊ പരിപ്പുവടയും ചായയായിരുന്നു വന്നത്. ബാക്കി എല്ലാ കുട്ടികളും ക്യൂ ആയി നിന്ന് ചായയും വാങ്ങി പരിപ്പുവടയൊക്കെ വാങ്ങിച്ച് കഴിച്ച് അവരവരുടെ വഴിക്ക് പോയി. ഈ കുട്ടി ഭയങ്കര ഫോൺ അഡിക്റ്റ് എന്ന് പറഞ്ഞ ഇതിന് ടാബ്ലറ്റ് ഉണ്ട്. ക്ലാസ് റൂമിൽ കയറുമ്പോഴും ഇത് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വശമായിരുന്നു. അങ്ങനെ ആ സമയത്ത് കുറച്ച് സീനൊക്കെ ഉണ്ടായി. അങ്ങനെ ആ ട്രെയിനേഴ്സ് 2 പേരും പറഞ്ഞു, സാരല്ല, ആ ടാബ്ലറ്റ് അടുത്തിരിക്കട്ടെ, ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ട്രെയിനേഴ്സ് വന്ന് ടാബ്ലറ്റ് തിരിച്ചു കൊണ്ടുവന്ന് ഈ അമ്മയുടെ കയ്യിൽ കൊടുത്തു. ഇതാ സ്നാക്ക് കഴിക്കുന്ന ടൈമിൽ ഓടി വന്നിട്ട് ടാബ്ലറ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കുക, അതിലെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അത് ഓക്കെ, നമ്മള് കോമൺ ആയിട്ട് കാണുന്ന കാഴ്ചയാണ്. കുട്ടികളെ അഡിക്ഷനോടൊരു ഇപ്പം അതിന്റെ ഒരു വലയത്തിനകത്താണ് പോകും. പക്ഷെ അതിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ചയായിരുന്നു പിന്നെ കണ്ടത്. പരിപ്പ് വടയുന്ന ഈ മുളകും ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണല്ലോ പരിപ്പുവട ഉണ്ടാക്കുന്നത്. ഈ അമ്മൂമ്മ ഇരുന്ന് അത് മുഴുവൻ കിള്ളി കളയുന്നു. അമ്മ ഇരുന്ന് ചായ തണുപ്പിക്കുന്നു. അമ്മൂമ്മ വായിൽ പരിപ്പുവട വെച്ച് കൊടുക്കുന്നു. അമ്മ ചായ കുടിപ്പിക്കുന്നു ഈ പെൺകുട്ടിയെ. അപ്പൊ ഈ ട്രെയിനേഴ്സിന് എനിക്ക് നേരത്തെ പരിചയമുണ്ട്. കാരണം ഞാൻ വേറെ ഇവരുടെ അതായത് സൂപ്പർ ട്രെയിനർ ഉണ്ട്, സാറിന്റെ അടുത്ത് ഞാൻ ഇന്റർവെൻഷൻ നടത്തുന്ന കുട്ടികളായിട്ട് ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് പരിചയമുണ്ട് ഇവരെ. എന്റെ അടുത്ത് വന്നിട്ട് ഇവര് 2 പേരും കൂടെ എന്റെ അപ്പുറത്തുപ്പുണ്ട്, അങ്ങോട്ട് നോക്ക്, കാണുന്ന കാഴ്ച നോക്കൂ, അവിടെ വേണ്ടത് ഇന്റർവെൻഷൻ കുട്ടിക്കല്ല, അമ്മയ്ക്കോ അമ്മൂമ്മയ്ക്കോ എന്ന് ഇവരിങ്ങനെ പറയുമായിരുന്നു. അപ്പൊ ഇതായിരുന്നു. ബാക്കി ഒരു കുട്ടി പോലും സ്നാക്ക് ടൈമില് അമ്മയുടെ അടുത്തേക്ക് വന്നില്ല, എനിക്ക് ചായ എടുത്തതാന്നോ. തന്നെ ക്യൂവില് നിന്ന് വളരെ ഡിസിപ്ലിനായി ക്യൂവില് നിന്ന് അവരത് വാങ്ങി കഴിച്ചു. ഞങ്ങളവിടെ വേറിട്ട് ആ ബാച്ചിലെ ഏറ്റവും മുതിർന്ന കുട്ടി ഈ പെൺകുട്ടിയായിരുന്നു. ഇത് തന്നെയായിരുന്നു വൈകുന്നേരം സ്നാക്കിന്റെ സമയത്തും ഉച്ചത്തെ ലഞ്ച് സമയത്തും ഞങ്ങൾ കണ്ട കാഴ്ച. സ്പൂണില് ചോറ് കൊടുക്കുന്നു കുട്ടിക്ക്.
കുട്ടി സമയത്ത് ടാബില് കളിക്കും. ഇനി ആരുടെയെങ്കിലും വീട്ടിൽ ആരെങ്കിലും കാണാറുണ്ടോ നിങ്ങള്? എന്നിട്ട് ആ കുട്ടിയുടെ അമ്മ എന്നെ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യൂ കേട്ടോ. കാരണം വേറെ ഒന്നല്ല, മാം ഞങ്ങളുടെ വീടിന്റെ അടുത്തേ ഒരു ഞങ്ങളുടെ എൻ്റെ ബന്ധു തന്നെയാണ്. അവര് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകുമൊന്നുമില്ല, എല്ലാം ഹസ്ബൻഡിന്റെ ഡിപ്പെൻഡാണ്. ഏളിയമ്മ ഫുള്ള് ഹസ്ബൻഡ് വരണം. ഇപ്പൊ എവിടെയെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞാൽ അത് ഇക്കാക്ക വരട്ടെ അല്ലെങ്കിൽ ഇക്ക വരട്ടെ അങ്ങനെയുള്ള രീതിയിലാണ് പുള്ളിക്കാരി ഇരിക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ബസ് കയറി ബസ്സിന്റെ ബോർഡ് വായിക്കാൻ അറിയില്ല, ബസ്സിന്റെ ബോർഡ് നോക്കി അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടാണേലും സ്വന്തം ചെയ്യണം. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചെന്നപ്പോ വാള് +1 പഠിക്കാണ് മോള്. മോക്ക് മരുന്ന് കൊടുക്കുന്നതാണ്. ഒരു സൈഡില് ഒരു കയ്യില് അച്ചാർ ഇങ്ങനെ സ്പൂണിലെടുത്ത് പിടിച്ചേക്കാണ്, ഒരു കയ്യില് മരുന്ന് ഗുളിക കയ്യിലും പിടിച്ചേക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്നാ സംഭവം എന്ന് ചോദിച്ചപ്പോ, അപ്പൊ എന്റെ കൊച്ചിന് 2.5-3 വയസ്സേ ഉള്ളൂ. അവക്ക് ഞാനിങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ വാ പൊളിച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ പിന്നെ അവള് കരഞ്ഞാലൊന്നും ഞാൻ മൈൻഡ് ആക്കാറില്ല, പോയി വെള്ളം കുടിക്കും ഒന്നും ഞാൻ എടുത്തു കൊടുക്കാറില്ല. അവള് കരയും, കുറച്ചു നേരം മരുന്ന് കുടിക്കുമ്പോൾ പിള്ളേര് കരയും, അത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മാറും എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ ഒന്നും ചെയ്യാറില്ല. ഇത് +1 പഠിക്കുന്ന ആളാണ്, ആൾക്ക് ഒരു കയ്യില് സ്പൂണിൽ അച്ചാറും ഒരു കയ്യില് ഗുളികയും വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ, ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവൾക്ക് അച്ചാറ് തിന്നണമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചത് ഇതെന്നാ സംഭവം, ഇതിന് ഇങ്ങനെ എടി അവള് കുഞ്ഞിലേ തൊട്ട് ഗുളിക കഴിക്കില്ല, ഗുളിക കഴിക്കുമ്പോ ഇങ്ങനെ അച്ചാറോ അല്ലെങ്കിൽ തേനോ കുടിക്കണം, അങ്ങനെ ഒരു ശീലമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നു അത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇത് എത്രയിലാ പഠിക്കണേ? +1. അപ്പൊ ഞാൻ ചോദിച്ചു 1-ലല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതെന്താ? അല്ല ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു 2-3-4 കൊല്ലം കഴിയുമ്പോഴത്തേക്കും കല്യാണം കഴിച്ചു വിടണ്ടേ, അപ്പം നിങ്ങൾ ഇപ്പൊ തന്നെ ഇതുപോലെ സ്കൂളിൽ അച്ചാറുമായിട്ട് അവിടെ പോയിരിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അങ്ങനെയല്ല, ഇപ്പൊ ചെയ്തില്ലെങ്കിൽ അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, ഒന്നാമത്തെ വയ്യാണ്ടിരിക്കണേല്ല. ഞാൻ പറഞ്ഞു എളിയുമ്പോ ഇപ്പൊ എങ്ങോട്ടെങ്കിലും ഒന്ന് പോണെങ്കിൽ കൊച്ചാപ്പാനെ നോക്കിയല്ലേ ഇരിക്കണേ, അപ്പൊ കാക്കാനെ കെട്ടിയോനെ നോക്കി ഇരിക്കല്ലേ, അപ്പൊ അതുപോലെ തന്നെ കൊച്ചിനെ അങ്ങനെ അങ്ങ് വളർത്തി വിടും. അപ്പൊ ഇനിയുള്ള കാലഘട്ടത്തിൽ കൊച്ചും അങ്ങനെ തന്നെ ആയിക്കോളും എന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇറങ്ങിപ്പോകുന്നു. ഇതാണ് അപ്പൊ നമുക്ക് അങ്ങനെ ഒബ്സർവ് ചെയ്ത് കാണാം. അപ്പൊ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഈവൻ നമ്മുടെ വീട്ടില് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കറക്റ്റ് ചെയ്യാം. കുറെ പേര് അത് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ കാര്യങ്ങൾ എനിക്ക് വീട്ടിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റി, അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഇടപെടാൻ പറ്റുന്നിടത്ത് നമുക്ക് ഇടപെടാം. നിങ്ങൾക്ക് ഞാൻ സർവേ തന്നല്ലോ അല്ലെ? ഓക്കെ, തന്നു മാം. സർവേയുടെ ഇമ്പാക്ട് അത് തന്നെയായിരുന്നു. ഇതുപോലെ കുറെ കാര്യങ്ങളില് കുറെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. സർവേക്ക് പോയപ്പോ വീടുകളിലൊക്കെ ഫോണിനേക്കാൾ നമുക്ക് നേരിട്ട് ചെല്ലുമ്പോഴാണ് നമുക്കത് കൂടുതൽ പറ്റുന്നത്. അതുപോലെ എന്റെ മോനെയാണേലും ഞാൻ ഒറ്റയ്ക്ക് ഇപ്പൊ അവന് 2ാം ക്ലാസ്സിലേക്ക് ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കടയിൽ സാധനം വാങ്ങിക്കാൻ വിടുമ്പോഴും ഞാൻ പറയും ദേ കാണുന്ന കടയിൽ മോനെ ഒറ്റയ്ക്ക് സൈഡിൽ കൂടെ സൈക്കിൾ ഓട്ടിപ്പോയി സാധനം മേടിച്ചിട്ട് പോരുന്നതിന് പയ്യെ വിടുമ്പോൾ ഇവരെല്ലാവരും ചീത്ത പറയും, കൊച്ചിനെ ഒറ്റയ്ക്ക് സൈക്കിളിൽ വിടണു, നിനക്ക് പേടിയൊന്നുമില്ല, നീ എന്നാ കാണിച്ചോണ്ടിരിക്കുക, എന്നിട്ട് നീ പെരക്കകത്ത് കയറിയിരിക്കും കൊച്ചിനെ ഒറ്റയ്ക്ക് വിടാൻ. ഞാൻ പറഞ്ഞു അവൻ പോയി സാധനം മേടിച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. 2 പ്രാവശ്യം പോയി അവന് സാധനം മേടിച്ച് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് വരുമ്പോ അവന് സ്വന്തമായിട്ട് ഞാൻ എന്റെ വലിയ ആളായി എന്നുള്ള ഒരു ഫീൽ അവനുണ്ട്. അപ്പൊ എനിക്ക് അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതാണേലും പകുതിക്ക് ഞാൻ ചെന്ന് നിൽക്കും. പക്ഷെ ഞാൻ ചെന്ന് നിൽക്കുന്നത് ആള് കാണാറില്ല. തിരിച്ചു വരുമ്പോ ഞാൻ വീട്ടിലുണ്ടാവും. അപ്പൊ ഞാൻ അവന് പോകുന്ന വഴിയും തിരിച്ചു വരുന്ന വഴിയൊക്കെ ഞാൻ അവന് നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് അവന് വിടാറുള്ളൂ. അപ്പം അവന് ചെന്ന് നമുക്ക് സാധനം മേടിച്ച് നമ്മുടെ കൈ കൊണ്ടുവന്ന് വരുമ്പോ അവൻ വലിയ പ്രൗഡായി, ഞാൻ എന്തോ വലിയ സംഭവം, ഉമ്മീനെ ഞാൻ സഹായിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അത് കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ വിടാറുണ്ട്. പക്ഷെ എന്റെ ഉമ്മയാണേലും ഈ അടുത്തുള്ളവരായാലും എന്നെ ചീത്ത പറയാണ്, അങ്ങനെ കൊച്ചിനെ വിടരുത്, നീ എന്താ കാണിക്കണേ, അങ്ങനെ ഇങ്ങനെ. അവൻ തന്നെ പോയി പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ വിടാറുണ്ട്. അത് ഞാനും വിടാറുണ്ട് കേട്ടോ. എന്റെ വീടിന്റെ മുന്നിൽ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പോ അവിടേക്ക് ഞാൻ എന്തെങ്കിലും സാധനത്തിനൊക്കെ ചെറിയ ചെറിയ സാധനത്തിന് ചിലപ്പോ ബാലൻസ് ഇങ്ങോട്ട് നമുക്ക് തരാനുള്ള രീതിയിലൊക്കെ ആയിരിക്കും പൈസ കൊടുക്കുക. 4 വയസ്സായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ വിടുന്നില്ലെന്ന് പറയും, അങ്ങനെ വിടല്ലേ, ചെറുതാണ്, അവിടെ എവിടെയെങ്കിലും വീകുവോ അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞാൻ പറയും പോയിക്കോട്ടെ, നമുക്ക് നോക്കിയാൽ കാണുന്ന ദൂരത്താണ് ഷോപ്പുള്ളത്. അപ്പൊ ഞാനേ വിടും. എന്നിട്ട് ഓളത് വാങ്ങിക്കൊണ്ടുവരുമ്പോ ഭയങ്കര ഒരു സന്തോഷാ. ഓൾക്കും അതൊരു ഇതാ, പിന്നെയും ചോദിക്കും എന്തെങ്കിലും വാങ്ങാണ്ടോ ഇങ്ങോട്ട് ചോദിക്കുകയും ചെയ്യും. നമുക്കും അതങ്ങനെ ചെയ്യുമ്പോ ഭയങ്കര ഒരു സന്തോഷാണ്. ഓക്കെ, വെരി ഗുഡ്. ഞങ്ങൾക്ക് കോഴ്സ് ചെയ്തത് കൊണ്ട് പേഴ്സണൽ ലൈഫിലും മാത്രമല്ല പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും
നമ്മളുടെ നൈബർഹുഡിലൊക്കെ നമുക്ക് ഒരു ഇന്റർവെൻഷൻ നടത്താൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലത് തന്നെയാണ്. ഓക്കെ, സോ ഈ സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നതില് മോണ്ടിസോറി അതിനെ ഒരു 3 സ്റ്റേജസ് ആയിട്ടാണ് പറഞ്ഞത്. ഒന്ന് ഫസ്റ്റ് സ്റ്റേജ് ആയ റിപ്പീറ്റീഷനെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. ആ ഒരു റിപ്പീറ്റീഷൻ നമ്മൾ വിചാരിക്കും മടുക്കില്ലേ എന്ന് വിചാരിക്കും, പക്ഷെ അവർക്ക് അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്, പിന്നെ അവർക്ക് മതിയെന്ന് തോന്നുമ്പോൾ അവരത് നിർത്തിക്കോളും. ഓക്കെ, അതാണ് ആ ഒരു നമ്മൾ പറഞ്ഞില്ലേ, ഇവർക്ക് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി അവരെ പലതവണ ചെയ്യിക്കുമ്പോൾ അവര് ആ എനർജി മുഴുവൻ അതിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. അപ്പൊ അതാണ് ഒരു നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ, അല്ലാതെ ഫോഴ്സ്ഡ് ഡിസിപ്ലിൻ അല്ല, ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യിക്കുന്നു. ഒരു ക്ലാസ്സിലെ കുട്ടി ഭയങ്കര നോട്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ടീച്ചർ അവിടെ ക്രിയേറ്റീവ് ആയിട്ടൊരു മെത്തേഡ് സ്വീകരിക്കുവാണെങ്കിൽ ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെയാണ്. കാരണം എന്റെ മോൾക്ക് ഒത്തിരി പണിഷ്മെന്റ് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അവള് ചെറുതായിരുന്നു, ഭയങ്കര വർത്താനായിരുന്നു, ഭയങ്കര ടോക്കറ്റീവ് ആയിരുന്നു. അവള് അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര ന്യൂസൻസ്, അവരിങ്ങനെ കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി. പിള്ളേര് ചെറിയ ക്ലാസ്സിലായിരുന്നു. അപ്പൊ ടീച്ചർ ഇവളെ നിലത്തിറക്കി ഇരുത്തി, ക്ലാസ്സിന്റെ ഫ്രണ്ടില് നിലത്തിരുത്തി. അപ്പൊ ഇവളെന്ത് ചെയ്തു, തിരിഞ്ഞിരുന്നിട്ട് അടുത്ത ബെഞ്ചിലുള്ള കുട്ടിയായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം അവസാനം മിസ് മടുത്തിട്ട് എന്നോട് പറഞ്ഞു, എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കുട്ടി LKG തുടങ്ങി +2 വരെ സ്കൂളിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയും, എനിക്ക് ഡൽഹി വരെ വരാനൊന്നും എനിക്കൊന്നും പറ്റില്ല കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിൽ. അപ്പൊ അങ്ങനെ ഇവൾക്ക് വേണ്ടിയിട്ട് എല്ലാ ക്ലാസ്സുകളിലും എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ ചില കുട്ടികൾ അങ്ങനെയാണ്, അവര് ബോധർ ചെയ്യുന്നില്ല. അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ കുറെ എനർജി, ഭയങ്കര ഒരു സോഴ്സ് ഉണ്ട്, പവർ ഉണ്ടാവും. ഈ പവർ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ആക്കി കാണിക്കണമല്ലോ, അതിനു വേണ്ടി ചെയ്തത്. വരയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഇവിടെ ഡ്രോയിങ്ങിന് ചേർത്തു. ഡ്രോയിങ്ങിന് ചേർത്തതിന്റെ ഉദ്ദേശം ഹാൻഡ് റൈറ്റിംഗ് നേരെയാവാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഇവൾക്ക് ഫ്രീ ടൈമിൽ മുഴുവനും വരയോട് വരെയായിരുന്നു. അപ്പൊ അങ്ങനെ അവളിൽ ആ ഡിസിപ്ലിൻ വരിക ചെയ്തു. ഓക്കെ, സോ റിപ്പീറ്റേഷൻ നമ്മൾ പറഞ്ഞത് അവരുടെ സെൽഫ്. എന്റെ അടുത്ത് ഒരു കുട്ടി വരാറുണ്ട് ഈ ട്യൂഷന് ഇതുപോലെ പോലെ. അപ്പം അവന് ഭയങ്കര, ഇപ്പം കുറച്ചായിട്ട് എടുത്ത് വരാറ്, ഭയങ്കര ഇതാണ്, ഹൈപ്പറാണ് ആള്. 1 മിനിറ്റ് അടങ്ങി നിൽക്കില്ല. അപ്പം ഇവന്റെ 2 ആളും വർക്കിംഗ് ആണ്. മുമ്പുണ്ടായ മെയ്ഡ് ശ്രീലങ്കനായിരുന്നു. അപ്പൊ അവര് TV വെച്ച് കൊടുക്കും. അപ്പൊ ഇവൻ ഇങ്ങനെ TV കണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ TV ഇല്ല. ഇവൻ ഭയങ്കര ഹൈപ്പർ എന്ന് വെച്ചാൽ കരാട്ടൊക്കെ പോന്നെയാ. അപ്പൊ ഭയങ്കര കളിയും ചീത്ത വിളി അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, 2-3 പസിൽസ്, ഈ ലുഡോ, യൂനോ ഇതുപോലെയുള്ള ഗെയിംസ് ഒക്കെ മേടിച്ചു. ഇട്ടു. കുറെ വഴക്കും പറഞ്ഞു. ഇപ്പൊ ആള് കുറേ ഒതുങ്ങി. എന്നിട്ട് ഇപ്പൊ വരാൻ തുടങ്ങിയിട്ട് ആകെ 10 ദിവസം. പക്ഷെ പാരന്റ് പറഞ്ഞു വെച്ചാല് നല്ല മാറ്റമുണ്ട്. കാരണം ഇപ്പൊ എൻഗേജ്ഡ് ആവാൻ തുടങ്ങി. ഇല്ലെങ്കിൽ TVയിൽ കാണുന്നത് എന്താണോ അത് പറയാ. വീട്ടിലിരുന്നിട്ട് പാരന്റ്സ് നോക്കാനും ഇല്ലല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇപ്പൊ എനിക്കും കുഴപ്പമില്ല. പക്ഷെ ഓവർസീസിൽ എവിടെയല്ലേ, പുറത്തെവിടെയല്ലേ? ഖത്തറിലാണ്. അപ്പൊ അവിടെ വീട്ടില് കുട്ടികൾ അങ്ങനെ ആ രീതിയിൽ നോക്കുന്നുണ്ടോ? ഒരു ഡേ കെയർ പോലെ നമുക്ക്, അതായത് സ്കൂൾ ആഫ്റ്റർ സ്കൂൾ കെയർ ആണ്. സ്കൂള് തുറന്നാല് ട്യൂഷൻ പോലെ, അല്ലെങ്കിൽ ഈ വർക്കിംഗ് ആയിട്ടുള്ള പാരന്റ്സ് ഇവിടെ രാവിലെ കൊണ്ടാക്കും, എന്നിട്ട് വൈകുന്നേരം കൂട്ടിയിട്ട് പോകും. അങ്ങനെ. ഓക്കെ, ശരി. ഇപ്പൊ നാട്ടിൽ വരുമ്പോ എന്ത് ചെയ്യും? നാട്ടില് വരുമ്പോ ഞാനിത് ഒഴിവാക്കും. ഇപ്പം ഞാനിപ്പൊ തുടങ്ങിയിട്ട് അത്രേ ആയി, ഏകദേശം ഒരു കൊല്ലം. എനിക്കിപ്പം ഇതിലൂടെ നല്ല വരുമാനം കിട്ടുന്നുണ്ട്. അപ്പം കുഴപ്പമില്ല. നമ്മുടെ ഏതൊക്കെയോ ബാച്ചിലെ കുട്ടികൾ ഇതിങ്ങനെ പുറത്തുള്ളവർ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പം മേ ബി ഈ കോഴ്സ് ചെയ്യുന്നതും ആ ഒരു രീതിയിൽ അവരെ കുറെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. 2-3 പേരുണ്ട് ഇതുപോലെ. സത്യമായിട്ട് ഒരുപാട് എനിക്ക് ഭയങ്കര ദേഷ്യായിരുന്നു കുട്ടികളോട്. അതായത് ഈ ഇവരിങ്ങനെ കുരുത്തക്കേട് കളിക്കുമ്പോ ഞാൻ അവരോട് പറയും, ഒന്ന് അനങ്ങാണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, അവരെ വേറെ ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ കൊണ്ടുപോയാല് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു തോട്ട് മൈൻഡിലേക്ക് വന്ന്. ഞാനും ട്യൂഷൻ എടുക്കുന്നത്. നമുക്ക് ട്യൂഷൻ എടുക്കുന്ന ആളിൽ നമുക്കൊരു മാറ്റമായി. കുറച്ചുകൂടെ പിള്ളേരെ എൻഗേജ്ഡ് ആക്കണം, കുറച്ച് ഇടയ്ക്ക് ഒരു റിലാക്സ് കൊടുക്കണം. അങ്ങനെയൊക്കെ ഇടയ്ക്ക് ചെറിയ ഗെയിം ഒക്കെ കൊടുക്കുമ്പോൾ പിള്ളേര് വേറൊരു ലെവലാവും. അങ്ങനെ നമുക്കൊരു ചേഞ്ച് ആയി. സാധാരണ ട്യൂഷൻ എടുത്ത് പഴയ ലെവലിലായിരുന്നു നമ്മൾ ട്യൂഷൻ എടുത്ത് പോകുന്നു, വന്ന് പഠിപ്പിക്കുന്നു, എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നു. പക്ഷെ നമ്മളിപ്പം അവരോട് കുറച്ച് കുശലാന്വേഷണങ്ങളും ഒക്കെ ചോദിച്ച് ഒരു എൻഗേജ്ഡ് ആക്കാനൊക്കെ നമുക്കൊരു മാറ്റമായി.
ശരിക്കും നമ്മൾ പറയില്ലേ ഈ സാധാരണ എന്തായാലും സാധാരണ സ്കൂളുകളിലേക്ക് തന്നെ അവർ പോകണം, ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ. അപ്പം ടീച്ചർമാര് പരക്കം ഈ സിലബസ് തീരുന്നില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്. പക്ഷെ സിലബസ് സ്മൂത്ത് ആയിട്ട് ഇവർക്ക് സിലബസ് തീർക്കാന്നുള്ളതാണ്, അല്ലാണ്ട് അത് കുട്ടിയിലേക്ക് എത്ര എത്തുന്നു എന്നുള്ളത് എത്ര ടീച്ചർമാർ ചിന്തിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഇൻബിറ്റ്വീൻ ക്ലാസ് റൂം ഇതുപോലെ ഒരു 5 minutes അല്ലെങ്കിൽ ഒരു അത്രയും ടൈം ഒരു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് തന്നെയാണ്. കാരണം ഞങ്ങൾ ഇതുപോലെ അപ്ഗ്രേഡിങ് ട്രെയിനിങ്ങിന് പോകും. ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഞങ്ങളുടെ ട്രെയിനേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പേർട്ടുകളായിരിക്കും കേട്ടോ, നല്ല പ്രായം ഉണ്ടാവും, അവർ ഭയങ്കര പ്രൊഫഷണലി നല്ല എക്സ്പേർട്ടുകളായിരിക്കും. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ വരും. അപ്പൊ തന്നെ നമ്മളങ്ങ് റിലാക്സ്ഡ് ആകും. എന്തെങ്കിലും ഒരു ഗെയിം അല്ലെങ്കിൽ ആക്ടിവിറ്റി, ഒരു അവർ ആകുന്നതിന് മുമ്പ് അടുത്ത ആക്ടിവിറ്റി, അത് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കിന് മുമ്പ് അടുത്തത് ചെയ്യും, അത് കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇതുപോലൊരു ആക്ടിവിറ്റി ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മടുക്കുന്നില്ല. ത്രൂ ഔട്ട് ആ ഒരു മോർണിംഗ് ടു ഈവനിങ് ഇരിക്കുമ്പോൾ ചില സമയത്ത് ക്ലാസ്സുകൾ രാത്രി 7 മണി 8 മണി വരെയൊക്കെ ഉണ്ടാവും. രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ 8 8:30 സ്റ്റാർട്ട് ചെയ്യണം. ടൈമൊക്കെ വളരെ ഷാർപ്പ്, ആ ഒരു ടൈമിൽ തന്നെ ചെല്ലണം. 8 മണി 8:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഇതുപോലെ 8 മണി 8:30 അതുവരെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞിട്ട് 11 o'clock വരെയും കൾച്ചറൽ ആക്ടിവിറ്റീസ് ആണ്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ക്ലാസ്. അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മൾ കുട്ടികളെ ഒരു 40 മിനിറ്റ് 50 മിനിറ്റ് മാത്സ് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സബ്ജക്ട് പഠിപ്പിക്കുക, അതിന്റെ ഇടയിൽ കൂടെ അവർക്ക് നല്ല ഒരു എന്താ പറയാ നല്ലൊരു ഇമ്പാക്ട് കിട്ടുന്ന രീതിയിലൊരു ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ ഈ കുട്ടികൾ സബ്ജക്റ്റിനെ എന്തോ ഒരു സ്നേഹിക്കും. നമ്മൾക്ക് ഇത്രയും പ്രായമായിട്ട് മടുക്കുന്നില്ല. രാവിലെ 8 മണി തുടങ്ങി രാത്രി 8:30 വരെ ട്രെയിനിങ്ങിന് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് മടുക്കുന്നില്ല. കുട്ടികള് 40 മിനിറ്റ് ഞെളിവിരി കൊണ്ടിരിക്കും, അവർക്ക് മടുപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. എന്റെ മോനൊക്കെ ഓരോ ദിവസം ഓരോ വീക്കെൻഡ് ആകുമ്പോഴേക്കും സന്തോഷം, സൺഡേ ആകുമ്പോഴേക്കും ദേഷ്യവും നാളെ ക്ലാസ് ഉണ്ടല്ലോ. ഇതായിരുന്നു ആളുടെ രീതി. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടിക്ക് കൊടുക്കുമ്പോൾ അവർക്ക് സ്കൂളിൽ പോകാനുള്ള ഇഷ്ടം തോന്നും. കുട്ടികൾ പൊതുവെ അങ്ങനെയായിരിക്കും, അതുകൊണ്ട് അതായിരിക്കണം. എന്നാലും ആ ഒരു ലെസൺസ് ആ ഒരു രീതിയിൽ കൊടുക്കുവാണെങ്കിൽ എത്ര നല്ലതായിരിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ ഒബീഡിയൻസ് വരും, അവര് പിന്നെ നമ്മളെ അനുസരിക്കും. അവര് നമ്മളൊരു വർക്ക് കൊടുത്താൽ അവരത് ചെയ്യും. കാരണം അത്രയും ഒരു ഇഷ്ടം ആ ഒരു ടീച്ചറോട് വന്നു കഴിയുമ്പോൾ ആ സബ്ജക്റ്റും അവർ അതുപോലെ ഇഷ്ടപ്പെടും. അവർ പിന്നെ അത് മിസ്സിന്റെ സബ്ജക്ട് അത് ചെയ്യാം. എനിക്ക് ഈ പറയുന്ന ഈ മെത്തേഡ് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 39 years ആയപ്പോഴാണ് മോണ്ടിസോറി മെത്തേഡ് പഠിച്ചത്. പക്ഷെ അതിന് മുമ്പ് 23 years തുടങ്ങി 9th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ട്യൂഷൻ എടുത്തിരുന്നു. അതും ഇതുപോലെ ഭയങ്കര ഡിസിപ്ലിൻ ഒന്നും ഷൗട്ട് ചെയ്തും അങ്ങനെയൊന്നും അല്ല, അവരെ മനസ്സിലാക്കിക്കും ആ ഒരു രീതിയിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ എന്താ പറയാ ഹോസ്റ്റലിലേക്ക് പോകാറായപ്പോഴാണ് ട്യൂഷൻ നിർത്തിയത്. ഡിഗ്രിക്ക് ഹോസ്റ്റലൊക്കെ കഴിഞ്ഞ് ഞാൻ പഠിപ്പിക്കാനായിട്ട് പോളിടെക്നിക്കിൽ പോയപ്പോഴേക്കും ഞാൻ കുട്ടികളുമായിട്ട് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. 60 കുട്ടികളാണെങ്കിലും 60 പേരെ എനിക്കറിയാം. പേര് മാത്രമല്ല, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം അറിയാം. അങ്ങനെ അവരെ അറിഞ്ഞ് പഠിപ്പിച്ചു. അപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് 100% റിസൾട്ട് ഇല്ലെങ്കിലും എന്റെ സബ്ജക്ട് 100% ആയിരുന്നു. അതായത് 3 പോളിടെക്നിക്കിലും വർക്ക് ചെയ്തിരുന്നപ്പോ എനിക്ക് കിട്ടിയ ഒരു റിവാർഡ് എന്ന് പറയുന്നത്, കുട്ടികൾക്ക് എന്റെ സബ്ജക്റ്റിന് ആരും ഫെയിൽ ആയില്ലായിരുന്നു. അപ്പം മറ്റുള്ള ടീച്ചേഴ്സ് പറയാം, നമ്മള് ഗസ്റ്റ് ലെക്ചേഴ്സ് അല്ലേ, പെർമനന്റ് സ്റ്റാഫ് ഉണ്ടാവും കേട്ടോ, അവർക്ക് ഇഷ്ടംപോലെ ലീവും കാര്യങ്ങളൊക്കെ ഇട്ട് ലാസ്റ്റ് അവർ ഓടിച്ചിട്ട് എക്സ്ട്രാ ടൈം ഒക്കെ എടുത്തിട്ട് സിലബസ് തീർക്കുവാണല്ലോ. നമ്മുടെ ഡെയിലി വേജസ് അല്ലെങ്കിൽ അവർലി ബേസിസ് ആയതുകൊണ്ട് നമ്മള് ക്ലാസ് ലീവ് ആക്കാറില്ലല്ലോ. അപ്പൊ അവരിങ്ങനെ പറയും, ഓ ടീച്ചർക്ക് എളുപ്പമുള്ള സബ്ജക്ട് കിട്ടിയത് കൊണ്ടാ പിള്ളേരൊക്കെ ജയിച്ചെന്ന് പറയും. ഞാൻ പറഞ്ഞു, ശരിയായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയും. വട്ടവർ ഉണ്ട്, കുട്ടികളാരും ഫെയിൽ ആവാറില്ലായിരുന്നു. നമുക്ക് കിട്ടുന്ന ഒരു റിവാർഡ് അതാണ്. ഇപ്പോ ഇത് ട്യൂഷൻ എടുക്കുന്ന കാര്യവും വീട്ടിലെ ഡേ കെയറിന്റെ കാര്യത്തിലൊക്കെ മാറ്റം വന്നു എന്ന് പറഞ്ഞില്ലേ, ഇതുപോലെ തന്നെ വൈവയ്ക്കാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. വൈവയിലാണ് നമ്മൾ കുറെ കൂടെ അറിയുന്നത്, ജോലി ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇങ്ങനെ വീട്ടിലെ ഡേ കെയർ പോലെ ഉണ്ട് അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് പഠിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ചെയ്തിരുന്നെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയും, ദേഷ്യം വരുമായിരുന്നു എന്നൊക്കെ പറയും. ഇതുപോലെ തന്നെ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഓരോ ഗെയിംസ് ആക്ടിവിറ്റി ഒക്കെ കൊടുക്കാൻ തുടങ്ങി, എത്ര ഏജുള്ള കുട്ടികളാണെങ്കിലും. അപ്പൊ പറയാം, ഞാൻ ചോദിച്ചു, കുട്ടികളുടെ അടുത്ത് നിന്നും പാരന്റ്സിന്റെ അടുത്ത് നിന്നുള്ള ഫീഡ്ബാക്ക് എന്താന്ന് ചോദിക്കും. നമുക്കിത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. പറയും, കുട്ടികൾക്ക് എന്നെ ഇപ്പൊ കുറെ കൂടി ഇഷ്ടമാണെന്ന് പറയും. ശരിക്കും അവര് തരുന്ന ഫീസിനേക്കാളും നമുക്ക് കിട്ടുന്ന എന്തോ ഒരു റിവാർഡ് തന്നെയാണത്. പാരന്റ്സും ഭയങ്കര ഹാപ്പിയാ. കാരണം വെച്ചാല് കുട്ടി പഠിക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം വീട്ടിലിരുന്ന്
വീട്ടില് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കുട്ടി. അതാണ് മറ്റേത് പഠിക്കുക എന്ന് പറഞ്ഞ ബഹളവും ആകെ ഭയങ്കര ഒരു യുദ്ധമൊക്കെ ആയിരിക്കും വീട്ടില്. ആ ഒരു അവസ്ഥയൊക്കെ മാറി, വീട്ടിലെ അന്തരീക്ഷം മാറിയല്ലോ. അതാണ് മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ്. ഓക്കെ, സോ അതായിരുന്നു റിപ്പീറ്റേഷൻ നമ്മൾ പറഞ്ഞത്. കുട്ടി റിപ്പീറ്റ് ചെയ്ത് അവൻ ആ മാസ്റ്റർ ആവുക, അവന്റെ തന്നെ ഒരു മാസ്റ്റർ. അവൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റിൽ അവൻ അങ്ങ് മാസ്റ്റർ ആവുകയാണ്. അവൻ കോൺഷ്യസ് ആകുന്നു, അതുപോലെ തന്നെ അവന്റെ ആക്ഷൻസിന്റെ കൺട്രോൾ അവന് കിട്ടും ത്രൂ റിപ്പീറ്റേഷൻ. എഫേർട്ട് എടുത്തു, ആ ഒരു ടാസ്ക് എന്താണോ ടാസ്ക് അതിന് വേണ്ടുന്ന മാക്സിമം എഫേർട്ട് എടുക്കുന്നു. ഇതിന്റെയൊക്കെ ബേസ് ഫ്രീഡം അവന് കൊടുത്തു, അവന് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫ്രീഡവും കിട്ടി. അത് തന്നെയാണ്. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് അവന്റെ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകും. മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഒരു റിസൾട്ട്, ഒരു ഫ്രൂട്ട് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ഡിസിപ്ലിൻ. പിന്നെ നമ്മൾ പറഞ്ഞില്ല, പിന്നെ നമ്മൾ പറയുന്നത് അവര് അനുസരിക്കാൻ തുടങ്ങും. അതാണ് തേർഡ് സ്റ്റേജ്, ഒബീഡിയൻസ്. ഈ ഡെവലപ്മെന്റ് ഓഫ് വില്ലിനെ 3 സ്റ്റേജ് ആയിട്ട് മറിയാം മോണ്ടിസോറി പറഞ്ഞതായിരുന്നു. ഫസ്റ്റ് സ്റ്റേജ് റിപ്പീറ്റേഷൻ, ത്രൂ റിപ്പീറ്റേഷൻ മാത്രമാണ് ഇത് പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ സെൽഫ് ഡിസിപ്ലിന്റെ ഡെവലപ്മെന്റ്, ദെൻ ഒബീഡിയൻസ്. ഒബീഡിയൻസ് ഉണ്ടാകുന്നു. കുഞ്ഞുങ്ങൾ പറയില്ലേ, ഞാൻ അവർക്ക് ഒരാളോട് അവരുടെ കെയർ ഗീവർ ആരാണോ അതിനോട് താല്പര്യം കൂടുതലാണെങ്കിൽ പറയും, ഞാൻ അമ്മ പറഞ്ഞത് കേൾക്കാം, അച്ഛൻ പറഞ്ഞത് കേൾക്കാം, അല്ലെങ്കിൽ മുത്തശ്ശി പറഞ്ഞത് കേൾക്കാന്നോ, അങ്ങനെ എന്തെങ്കിലും അവർ പറയാറില്ലേ. അപ്പൊ അവർക്ക് അവരുടെ രീതിക്ക് നിൽക്കുന്ന ആളാവുമ്പോഴേക്കും അവര് പറയുന്നത് അവർ കേൾക്കും, ഒരു ഒബീഡിയന്റ് ആകും. ഒരു പക്ഷേ ചിലപ്പോ അമ്മയെക്കാളും മുത്തശ്ശിയാണ് അവന്റെ രീതിക്ക് നിൽക്കണമെങ്കിൽ അമ്മ പറഞ്ഞ അതേ കാര്യം ഒരുപക്ഷെ അമ്മ പറയുമ്പോ കേൾക്കില്ല, മുത്തശ്ശി പറയുമ്പോ കേൾക്കും. അതാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത ഒരു ഫ്രീഡം, അത് റെസ്ട്രിക്ട് ചെയ്യാതെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സെൽഫ് ഡിസിപ്ലിനും അതുപോലെ തന്നെ ഒബീഡിയൻസ്. തേർഡ് സ്റ്റേജ് ആയ ഒബീഡിയൻസ്. നമുക്ക് സെക്കൻഡ് സ്റ്റേജും തേർഡ് സ്റ്റേജും നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തേ ഉള്ളൂ. നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി വരുന്നുണ്ട്. ഞാൻ സെക്കൻഡ് ആൻഡ് തേർഡ് റെക്കോർഡ് നിങ്ങൾക്ക് തന്നതായ സ്റ്റോറി റൈം തന്നെ ക്രിയേറ്റ് ചെയ്തു ഞാൻ പലതവണ പറഞ്ഞിരുന്നു. നമ്മളുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും നമുക്കതിനെ നമ്മൾ തന്നെ വണ്ടടിക്കും, ഈ ഒരു ഏജിൽ എനിക്ക് ഇത്രയും ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും നമുക്ക് തോന്നും. നമ്മൾ അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോൺഫിഡന്റ് ആകും. നമുക്ക് കുട്ടികൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് സെക്കൻഡും തേർഡും ലാസ്റ്റ് തന്നത്. നല്ലതുപോലെ അത് തന്നെത്താനെ എഴുതാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞത്. നമുക്ക് മനസ്സിലാവും, നമുക്ക് സ്റ്റോറി എഴുതാൻ പറ്റും, ഒരു റൈം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡെയ്സൻ മറിയം മോണ്ടിസോറിയെ പറ്റി ഗ്രേറ്റ് പീപ്പിളുടെ റൈം എഴുതിയത് മറിയം മോണ്ടിസോറിയെ പറ്റി എഴുതിയെന്ന് പറഞ്ഞില്ലേ. എന്റെ ചെറുപ്പം തുടങ്ങി എനിക്ക് ജീസസും മദർ തെരേസയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 വ്യക്തികള്. ഇങ്ങനെയുള്ളത് വന്നപ്പോ പെട്ടെന്ന് എനിക്ക് ഗ്രേറ്റ് പീപ്പിൾ, എനിക്ക് അവരെ എന്റെ ഓർമ്മയിലേക്ക് വന്നത്. അങ്ങനെ നമുക്ക് അത് ഉള്ളിലുണ്ടായത്, അവരുടെ ഉള്ളിലുണ്ടായത് കാരണം പെട്ടെന്ന് തന്നെ വരികളിലേക്കും അത് വന്നു. അതാണ് നമ്മുടെ ആ ഒരു ഇമാജിനേഷനിൽ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മളുടെ ആ ഒരു മനസ്സിൽ ഉണ്ടാവും. നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ അതൊക്കെ പുറത്തേക്ക് വരും. ചിലര് സ്വന്തം മക്കളുമായിട്ടുള്ള ചില എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെ റീക്രിയേറ്റ് ചെയ്ത് കുറച്ചുകൂടെ ക്രിയേറ്റീവായി സ്റ്റോറി എഴുതിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വൈവ സമയത്ത് ഞാനിത് എന്റെ മകനെ കുറിച്ച് എഴുതിയതാട്ടോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മകൻ അറിയാമോന്ന് ചോദിച്ചു. അറിയാൻ എന്നെ ശരിയാക്കുന്നു പറഞ്ഞു. അതുപോലെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തവരുണ്ടായിരുന്നു. പിന്നെ ആമയും മുയലിന്റെയും കഥ അത് വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേട്ട് പഴകിയ ഓട്ട മത്സരത്തിനേക്കാളും സ്വിമ്മിങ്ങും അതുപോലെ തന്നെ അവർ പിന്നെ ഫ്രണ്ട്സ് ആവുന്നതും ആ രീതിയിലൊക്കെ പോസിറ്റീവായിട്ട് എൻഡ് ചെയ്യുന്ന രീതിയിൽ സ്റ്റോറി എഴുതിയ അങ്ങനെ അതാണ്. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ കേട്ടത് എന്താണ്, നമുക്ക് മുയൽ എപ്പോഴും ഒരു ആമയെ കളിയാക്കുന്ന ഒരാളെന്നുള്ളതല്ലേ ചെറുപ്പം തുടങ്ങിയേ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ അത് ചേഞ്ച് ചെയ്ത് 2 പേരും കൈകോർത്ത് പോകുന്ന ഒരു രീതിയിൽ കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിട്ടോ. കാരണം കുട്ടികളിലപ്പോ ആ ഒരു ഇത് വരും. മറ്റേത് മുയലിനോടൊരു ദേഷ്യം പോലെയല്ലേ എപ്പോഴും. ടോം ആൻഡ് ജെറി അവര് തമ്മില് നമ്മൾ കാർട്ടൂൺ കാണുമ്പോൾ എനിക്ക് അതിനകത്ത് ടോം എപ്പോഴും അബദ്ധങ്ങളിലേക്ക് പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ ഏതൊക്കെയൊക്കെയോ ചിലതിൽ ഇവര് തമ്മിൽ ലാസ്റ്റ് കൈകോർത്ത് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ പോസിറ്റീവായിട്ട്, കാരണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഥയാണ്. നല്ലൊരു മോറൽ ഉണ്ടായിരിക്കണം. പോസിറ്റീവായിട്ട് എൻഡ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്ക് വേണ്ടി കുറെ നേരം വെയിറ്റ് ചെയ്തല്ലേ. ഞാൻ വന്നില്ലെങ്കിലും യു ക്യാൻ ലീഡ് ദ ക്ലാസ്.
അതുകൊണ്ട് വായിച്ചിട്ട് വരും. കുറച്ച് പോർഷൻ ആണെങ്കിൽ ശരി വായിച്ചിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. ആർക്ക് വേണമെങ്കിലും കേട്ടോ. എനിവേ ഓഡിയോ ഓൺ ചെയ്താൽ പ്രോബ്ലം ഇല്ല എന്നുള്ള ആർക്ക് വേണമെങ്കിലും ക്ലാസ് എടുക്കാം. സോ നെക്സ്റ്റ് മൺഡേ ഞാൻ ഉണ്ടാവില്ല. എനിക്ക് പകരം അപർണ മിസ് ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. കാരണം ഞാൻ മോളെ കൊണ്ടാക്കിയിട്ട് ഞാൻ മൺഡേ തിരിച്ചെത്തുള്ളൂ, വൈകിട്ട് ഈവനിങ് എത്തുള്ളൂ. ഓക്കെ. സോ ഇനിയിപ്പോ നമ്മുടെ ക്ലാസ് ഓണം കഴിഞ്ഞിട്ടായിരിക്കുമോ? ആയിരിക്കും മാം. അഡ്വാൻസ്ഡ് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ഏതിനെ പറ്റിയാ? ഓണത്തിന്റെ അവധി ഉണ്ടാവും. ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാല് മൺഡേ 7-ാം തീയതി. മ്യൂട്ട് ചെയ്യൂ ചിത്ര. ഒന്നും കൂടെ പറയൂ. അതായത് നെക്സ്റ്റ് മൺഡേ എന്ന് പറഞ്ഞാൽ 30-ാം തീയതി അല്ലേ? അല്ല 30-ാം തീയതി അല്ല, 1-ാം തീയതി അല്ലേ? ഫസ്റ്റ് അല്ലേ? സെപ്റ്റംബർ 1 അല്ലേ? സെപ്റ്റംബർ 1 ഞാൻ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 8 അല്ലേ? അപ്പോഴേക്കും ഓണം കഴിഞ്ഞില്ലേ? ഓണം ഫ്രൈഡേ ആണ്. അപ്പൊ ഓണം വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതായിരുന്നു. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം മാം. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ഹാപ്പി ഓണം മാം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം മാം. ഹാപ്പി ഓണം മാം. സേഫ് ജേണി. താങ്ക് യു മാം. ബൈ.